17 വയസ്സ് തികഞ്ഞ അന്നായിരുന്നു എൻ്റെ കല്യാണം. അത് ശരി, ബാലവിവാഹമായിരുന്നു. അവിടെങ്ങും ആളില്ല. ഞാൻ വരുന്നെന്ന് പറഞ്ഞു, പുള്ളി മുങ്ങിക്കളഞ്ഞ നാട്ടെ. ഇങ്ങനെ പല പ്രാവശ്യം പിടികൊടുക്കാതെ നടന്നു. ഒടുവിൽ പിന്നെ പറഞ്ഞു, നീ ഇതിന് നിന്നില്ലെങ്കിൽ എൻ്റെ ഒരു കാര്യത്തിന് ഞാൻ വരത്തില്ലെന്ന് ചേട്ടൻ പറഞ്ഞു. പിന്നെ അതൊരു വലിയ സഭയായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അവർ ഓർത്ത്, എൻ്റെ ദൈവമേ, ഈ കൊച്ചു പിള്ളേർ ഇവിടെ വന്ന് എന്നോ ചെയ്യാനാണ്. അപ്പോൾ അവിടുത്തെ ഭാഷയുടെ യാത്രയായപ്പോൾ ഞങ്ങളുടെ സ്വീകരണ മീറ്റിങ്ങും കൂടെ എല്ലാം ഒന്നിച്ചായിരുന്നു. ഞാനൊരു സ്വപ്നലോകത്തിലാണ്. എന്തൊരു സന്തോഷം, എന്തൊരു സമാധാനം, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വീടിൻ്റെ ഒരു കോർണറിലോട്ട് നോക്കി വെച്ചാൽ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ എന്നിട്ട് പറഞ്ഞു, യേശുവിനെ എനിക്ക് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ബാക്കി മനസ്സിലായി. ദൂതന്മാരവിടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ട് പോകാൻ ദൂതന്മാരാണ് വരുന്നത്. അതിൻ്റെ നടുക്കിങ്ങനെ യേശുവിനെ തപ്പുന്നത്. അത് യേശുവിനെ എനിക്ക് എന്ന് പറഞ്ഞ് യേശുവിനെ എനിക്ക് മനസ്സിലായില്ല. യേശുവിനെ എനിക്കെന്ന് പറഞ്ഞു. എന്നിട്ട് യേശുവേ 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 എന്ന് വിളിച്ചു. ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാനുള്ളത് അനുഗ്രഹീതയായ ഒരു ദൈവദാസിയോടൊപ്പമാണ്, ശോശാമ തോമസ്. ശോശാമ തോമസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. പാസ്റ്റർ VA തോമസ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു പ്രസംഗകൻ കേരളത്തിലുണ്ടായിരുന്നു. 38 വർഷം മുമ്പ് അദ്ദേഹം കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. തൻ്റെ ചുരുങ്ങിയ കാല ജീവിതത്തിനിടയിൽ കുറിക്കുകൊള്ളുന്ന ആക്ഷേപഹാസ്യം കൊണ്ട് വചനവേദികളെ പ്രകമ്പനം കൊള്ളിച്ച വളരെ കൃശഗാത്രനായ ഒരു ദൈവദാസനായിരുന്നു VA തോമസ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് ശേഷമുള്ള തലമുറ, പുതുതായി വിശ്വാസത്തിലേക്ക് വന്നവർ, അങ്ങനെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് അല്ലെങ്കിൽ പെന്തക്കോസ്ത് സമൂഹത്തിന് ഇപ്പോഴുള്ളവർക്ക് അദ്ദേഹം അത്ര പരിചിതനല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ, പ്രസംഗങ്ങളിലെ ചില സന്ദേശങ്ങൾ ഒക്കെ ഇന്നും ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നതാണ്. യൂട്യൂബിൽ പാസ്റ്റർ VA തോമസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ ചില ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോഴും കേൾക്കുവാൻ സാധിക്കും. ആ അനുഗ്രഹീതനായ ദൈവദാസൻ്റെ ഭാര്യയാണ് ഇപ്പോഴെന്നോട് കൂടെ ഉള്ളത്. 74 വയസ്സുണ്ട്. ഈ 74ാമത്തെ വയസ്സിലും സുദീർഘമായ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളോടുകൂടെ അനുഗ്രഹീതയായ ദൈവദാസ് ജീവിക്കുന്നു. നമുക്ക് നേരിട്ട് ഈ അമ്മച്ചിയുടെ ജീവിതാനുഭവങ്ങൾ, പാസ്റ്റർ VA തോമസിനോട് ഒന്നിച്ചുള്ള ജീവിതം, ആ കാലഘട്ടത്തിലെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കഥകൾ ഒക്കെ ഈ പ്രിയ ദൈവദാസിയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കത്തക്ക നിലയിൽ ദൈവം നമുക്കൊരവസരം തന്നിരിക്കുകയാണ്. സ്വാഗതം ചെയ്യാം പ്രിയ അമ്മച്ചി ശോശാമ്മ തോമസിനെ. തങ്കമ്മ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് അല്ലേ? അതെ. ഭർത്താവ് എന്തുവാ വിളിച്ചിരുന്നത്? ഭർത്താവ് മിക്കവാറും തങ്കേന്നാ വിളിച്ചിരുന്നത് അല്ലേ? നിങ്ങൾ ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കണം എന്നൊരാഗ്രഹം അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു അല്ലേ? എടുത്തില്ല? ഇല്ല, എടുക്കാൻ പറ്റിയില്ല. സങ്കടമുണ്ടോ അതിനകത്ത്? ഇല്ല, സങ്കടമൊന്നുമില്ല. ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്തോ പറഞ്ഞേ? ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് നിന്നെയും കാണാം, നിനക്ക് എന്നെയും കാണാം. അങ്ങനെ അല്ലല്ലോ ഞാൻ കേട്ടിട്ടുള്ളത്. ഏടി തങ്കേ, എനിക്ക് നിന്നെയും കാണാം, നിനക്ക് എന്നെയും കാണാം, പിന്നെന്തിനാ നമ്മൾ ഒരു ചിത്രം എടുക്കുന്നത്, ഒരു പടം എടുക്കുന്നത്? അങ്ങനെയല്ലേ പറഞ്ഞേ? പാസ്റ്റർ VA തോമസിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ശൈലി വളരെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങളെ ഞാൻ ആദ്യം തന്നെ കേൾപ്പിക്കാം. അത് കേൾക്കുമ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക്, അദ്ദേഹത്തെ കണ്ടിട്ടില്ലാത്തവർക്ക് അദ്ദേഹത്തിൻ്റെ ശൈലിയും അദ്ദേഹത്തിൻ്റെ ശബ്ദവും ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും 2 ടൈപ്പുകളാക്കാം. മൂന്നാമതൊരു ടൈപ്പില്ല. ഒന്ന്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടക്കുന്നവർ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കല്ലറയിൽ നിന്ന് വെളിയിലേ കൊണ്ടുവന്ന ആ പുനരുത്ഥാനത്തിന്റെ ജീവൻ അകത്തെ മനുഷ്യന്റെ അകത്തൂടെ ഓടി ആത്മീകമായി ജീവിച്ച് എഴുന്നേറ്റിരിക്കുന്നവർ. ഒന്നുകിൽ നിങ്ങൾ കിടപ്പിലാണ്,
അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് യേശുക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നു. മറിയോട് യേശുക്രിസ്തുവിന്റെ ജനനവാർത്ത അറിയിച്ചപ്പം ആദ്യം മറിയ യുക്തിവാദമാണ് നടത്തിയത്. ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ നടക്കും? ആ വിഷയത്തിന് അതിൽ കൂടി ഒരു യുക്തി. പക്ഷെ മറിയ യുക്തിവാദം നടത്തിയപ്പോഴല്ല യേശു ഉദരത്തിൽ ഉരുത്തിരിഞ്ഞത്. ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അമ്മച്ചിയുടെ ബാല്യകാലം, ചെറുപ്പകാലം എവിടെയായിരുന്നു? എൻ്റെ ബാല്യകാലം ആനപ്പന്തി തന്നെയായിരുന്നു. ഇരിട്ടി അല്ലേ? കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിൽ ആനപ്പന്തി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു വീട്. വീട്ടുപേരെന്തുവാ? കണ്ണമ്പിലാക്കൽ. അപ്പൻ്റെ പേരെന്തുവായിരുന്നു? കെ ടി കുരുവിള. നേരത്തെ മുതലേ വിശ്വാസത്തിലായിരുന്നോ അതോ വേറെ ഏതെങ്കിലും സഭയിലായിരുന്നു? അപ്പച്ചന് ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ CSI യിലായിരുന്നു. അപ്പം 16-ാമത്തെ വയസ്സിൽ അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടത്. അന്ന് കല്യാണത്തിനൊക്കെ മുമ്പ് നമ്മുടെ നാട്ടിൽ നൂറോമാക്കലായിരുന്നു സ്ഥലം. ഇവിടുന്ന് കുടിയേറി പോയതാ അങ്ങോട്ട്. അവിടെ ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പച്ചന്? അവിടെ 10 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്തുവാ, കൃഷിയൊക്കെ ആയിരുന്നു അവിടെ? കൃഷിയൊക്കെ ആയിരുന്നു. ഓക്കെ. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 8 പേര്. 8 മക്കള്. അമ്മച്ചി എത്രാമത്തെയാ? ഞാൻ രണ്ടാമത്തെയാണ്. ഞാൻ എൻ്റെ ആങ്ങളെയാണ് മൂത്തത്. ആങ്ങളെയാണ് മൂത്തൊരാങ്ങള. അത് കഴിഞ്ഞിട്ട് അമ്മച്ചിയായിരുന്നു. ഓക്കെ. അമ്മച്ചി എത്രാം ക്ലാസ് വരെ പഠിച്ചു? 8ാം ക്ലാസ് വരെ പഠിച്ചു. 8ാം ക്ലാസ് വരെ പഠിച്ചു അന്നത്തെ കാലത്ത്. അവിടെ സ്കൂളൊക്കെ ഉണ്ടായിരുന്നു അടുത്ത്? ഉണ്ടായിരുന്നു. അപ്പം അന്നത്തെ ആ ചെറിയ പ്രായം, ചെറിയ കാലത്ത് അന്ന് പള്ളിയിൽ പോകുകയും പാട്ട് പാടുകയും ഇതെല്ലാം ചെയ്യുമായിരുന്നു? ചെറിയ കാലത്ത് ഞങ്ങൾക്ക് വലിയ ഓർമ്മ ആയി. അങ്ങനെ ഒരു ആത്മീയ നിലവരുന്നതിന് മുമ്പ് എൻ്റെ അപ്പച്ചൻ വലിയപ്പച്ചൻ ഭയങ്കര ഇതായിരുന്നു, യാഥാസ്ഥിതികനായിരുന്നു. CSI സഭയുടെ കെട്ടുപാടിലായിരുന്നു. അപ്പം അപ്പച്ചൻ 16-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. അപ്പച്ചൻ ഇങ്ങനെ യോഗത്തിനൊക്കെ പോകുമ്പം ആളുകൾ ഇങ്ങനെ പറയും, എടാ തോമാച്ച, നീ പിടിക്കുന്നിടത്ത് ഇനി അവനെ കിട്ടത്തില്ലെന്ന് പറയും. വല്യപ്പച്ചൻ്റെ പേര് തോമാച്ചൻ എന്നായിരുന്നു. അപ്പൻ്റെ പേര് കുരുവിള. ഓക്കെ. അപ്പം അമ്മയുടെ പേരെന്തുവായിരുന്നു? അമ്മയുടെ പേര് അന്നമ്മേന്ന്. അപ്പം നിങ്ങൾ അമ്മച്ചിയൊക്കെ CSI പള്ളിയിൽ പോയ ഓർമ്മയുണ്ടോ? ഞാൻ കുഞ്ഞിലെ പോയത്. സൺഡേ സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ട് അവിടെ? സൺഡേ സ്കൂൾ അവിടെ അല്ല പഠിച്ചേ. അപ്പം അങ്ങനെ കുഞ്ഞിലെ പോകുമ്പോൾ തന്നെ അപ്പച്ചനെ ഇതിനോട് സാക്ഷ്യം പറയണം, നമുക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ അവരാരും അതിനൊന്നും അംഗീകരിച്ചില്ല. അപ്പം അങ്ങനെ അപ്പച്ചൻ അവിടുന്ന് ഈ പോന്നു, പെന്തക്കോസ്തിലോട്ട് പോയി. അവിടെ അന്ന് ഒത്തിരി ആൾക്കാരൊന്നുമില്ല. അവിടെ അങ്ങനെ ഒരു കൂട്ടായ്മ പെരുകിരി തുടങ്ങി. അപ്പച്ചൻ്റെ റിലേഷനുള്ള ഒരു അച്ചായനും ഉണ്ടായിരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സഭ അല്ലേ? പെരിങ്കിരി അസംബ്ലീസ് ഓഫ് ഗോഡ് നല്ല സഭയാ ഇപ്പോഴും. ഇപ്പൊ അത് വലിയ സഭയാ, എനിക്കറിയാം. അങ്ങനെ അപ്പച്ചൻ തന്നെ വീട്ടിലിരുന്ന കർത്താവെ ഉപജീവനത്തിനായിട്ട് തന്നെ ഇവിടെ ഞാൻ ആകരുതെന്ന് പറഞ്ഞ ഉപവാസം എടുത്ത് ഒന്നും ക്രിസ്ത്യാനികളോ ദൈവമക്കളോ ഒന്നും. അല്ല, അപ്പച്ചൻ ഇങ്ങനെ ഈ പെന്തിക്കോസ്തിലോട്ട് പോകാൻ എന്തോ ഒരു കാരണമായത്? പോകാൻ അപ്പച്ചൻ്റെ ഉള്ളിൽ ഈ ദൈവവചനം കിടന്നു. അപ്പോൾ അവര് സാക്ഷിയോഗം വെക്കണം, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഇവർക്ക് അത് അനുകൂലമല്ല. അപ്പോൾ അപ്പച്ചൻ അവിടുന്ന് മാറിയപ്പോൾ വല്യപ്പച്ചൻ അത് പിടിച്ചില്ല. വല്യപ്പച്ചൻ പതി ഇരുന്ന് അപ്പച്ചനെ പിടിക്കാൻ വേണ്ടി അങ്ങനെ പിടിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചു. പക്ഷെ ഒന്നും കിട്ടില്ല. ഞങ്ങൾക്ക് ഇച്ചിരി കണ്ടം ഉണ്ടായിരുന്നു, വീതം. അത് അവര് തിരിച്ചെടുത്തു. അങ്ങനെ അങ്ങനെ അടിക്കാനോ പിടിക്കാനോ ഒന്നും കൈ കിട്ടിയിട്ടില്ല. പിന്നെ ഒരു പശുവിനെ വിറ്റ പൈസ വീട്ടിലുണ്ടായിരുന്നു. വല്യപ്പച്ചൻ വന്ന് അമ്മയോട് ചോദിച്ചു, ഇടിയ പൈസ തരാൻ പറഞ്ഞു. ആ പൈസ അമ്മ അന്നേരം വെട്ടിന്നെടുത്ത് കൊടുത്തു. അങ്ങനെയൊക്കെ ഉള്ള പ്രതികൂലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം മൂത്ത ചേട്ടനെ കിടന്ന കട്ടിലെ രാത്രിയിലാന്ന് തോന്നുന്നു പാമ്പ് വീണു. പാമ്പ് വീണപ്പം ചിന്തിച്ചു, അങ്ങനെ കണ്ടം തിരിച്ചു കൊടുത്തു. പിന്നെ അങ്ങനെ പ്രതികൂലമൊക്കെ കുറേശ്ശെ കുറഞ്ഞു വന്നു. ഓക്കെ. അങ്ങനെ നിങ്ങൾ ആ സഭയിലായിരിക്കുന്നു. അമ്മച്ചി വളർന്നു വന്നു. എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്? കല്യാണം 17 വയസ്സ്. 17ാമത്തെ വയസ്സ് കല്യാണം കഴിച്ചു. ഇപ്പോഴാണ് പിടിച്ച് ജയിലിലിടും. 17 വയസ്സ് തികഞ്ഞ അന്നായിരുന്നു എൻ്റെ കല്യാണം. അത് ശരി, ബാലവിവാഹമായിരുന്നു. അപ്പം അന്ന് പാസ്റ്റർക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? വി എ തോമസ് പാസ്റ്റർ? 25 വയസ്സുണ്ടായിരുന്നു. 25 വയസ്സുണ്ടായിരുന്നു. പുള്ളിയുടെ വീട് എവിടായിരുന്നു?
പുള്ളിയുടെ വീട് പണ്ട് പണ്ട് കോട്ടയം മീനടത്തായിരുന്നു. അവിടുന്ന് അച്ഛൻ 6 വയസ്സുള്ളപ്പോൾ മലബാർ കയറിയതാണ്. അവരും കുടിയേറിയതാണ് മലബാറിലേക്ക്. അവര് വയനാട്ടിലോട്ടായിരുന്നു. വയനാട്, ഓഞ്ഞില്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ താമസിച്ചു. അപ്പോൾ അവിടെ ആയിരിക്കുമ്പോഴാണ് ബൈബിൾ കോളേജിൽ പോകുന്നത്. ബൈബിൾ കോളേജിൽ പോയി പിന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു പാസ്റ്റർ ആരോ പറഞ്ഞ് സുവിശേഷ വേല ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ പിന്നെ പുനലൂർ ബൈബിൾ കോളേജിലാണ് പോയത് അല്ലേ? ബത്തേൽ ബൈബിൾ കോളേജിൽ. അപ്പം അവരും അസംബ്ലീസ് ഓഫ് ഗോഡിലായിരുന്നു അവരുടെ വീട്ടുകാരെല്ലാം? അല്ലല്ല, അവരുടെ വീട് അങ്ങ് വയനാട്, ഞങ്ങൾ ആനപ്പന്തിയിലും. അല്ല, ഈ വയനാട്ടിൽ അവര് അസംബ്ലീസ് ഓഫ് ഗോഡിലായിരുന്നു? അവർ അസംബ്ലീസ് ഓഫ് ഗോഡിലായിരുന്നു അവിടെ. ഓക്കെ. അതിന് മുമ്പ് ഒരു ഓർത്തഡോക്സിലായിരുന്നു തോന്നുന്നു. അതിനു മുമ്പെന്ന് പറയുമ്പം ഞാൻ പറഞ്ഞ നാട്ടിൽ നിന്ന് ഈ അമ്മച്ചിക്ക് ഈ അസുഖം വരുന്നതും അച്ഛനിങ്ങനെ തീരുമാനം എടുക്കുന്നതും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ക്രമം പിന്നെ ഒരു നല്ല നിലയിൽ വന്നത് മലബാറിൽ വന്നേ. പിന്നെ ശരി. അങ്ങനെ പിന്നെ ഇച്ചാനും ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച് സഭയുടെ ശുശ്രൂഷകനായിരുന്നു. സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോഴാണോ കല്യാണം കഴിക്കുന്നത്? ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷകനായിരുന്നു. ആര്? എൻ്റെ ചേട്ടന്, വി എ തോമസ് പാസ്റ്ററുടെ ജ്യേഷ്ഠൻ. വി എ വർഗീസ് പാസ്റ്റർ. വി എ വർഗീസ്, കെ എം ജോസഫ്, ഇങ്ങനെ 1, 2, 3 പേരെ മാറി 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 ഞങ്ങളുടെ സഭകളിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോഴേ പിന്നെ അങ്ങനെ ഈ കണിച്ചാറ്റില് പിന്നെ വേലയ്ക്ക് പോകാൻ തീരുമാനിച്ചു. കണിച്ചാറ്റിലൊരു മർത്തോമക്കാരുടെ വീട് വാതിൽ തുറന്നു കൊടുത്തു. അങ്ങനെ ഒരു തകരപ്പെട്ടി, കുറച്ച് പുസ്തകവും 2 ഇച്ചിരി പ്ലേറ്റും ഒക്കെ അമ്മയോട് കൊടുത്തു. അതുകൊണ്ട് ആ വീട്ടിൽ ചെന്ന് കയറി. അവരാ വീട് അച്ഛനെ സ്വാഗതം ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് പ്രവർത്തിച്ചു. 4000 കത്തോലിക്ക കുടുംബങ്ങളുള്ള ഭയങ്കര ഒരു സ്ഥലമാണ്. അവിടെ ഒത്തിരി എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ താമസിച്ച് അപ്പോൾ ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു. അച്ഛനെ പിന്നെ അടുപ്പിൽ പാചകം ചെയ്യുന്ന ഇതെല്ലാം കല്യാണത്തിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് അല്ലേ? കണിച്ചിയാറ്റിലായിരുന്നു. കണിച്ചിയാറ്. അവിടെ 3 വർഷമാണ്, എത്രയോ വർഷം ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പ്രവർത്തിച്ച് കത്തോലിക്കുന്ന കുറച്ച് കുടുംബങ്ങളൊക്കെ വന്നു. 30 പേരോളം കൂടി വരാനുണ്ടായിരുന്നു. അന്ന് അത്രയും അങ്ങനെയൊക്കെ ഉള്ളല്ലോ. അങ്ങനെ വന്നപ്പം ഹോള് പണിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹോള് പണിയണമെന്ന് പറയും പുള്ളിയുടെ തന്നെ ഇഷ്ടം കൊണ്ട് എല്ലാവരും ഭയങ്കര അധ്വാനമായിരുന്നു. രാവിലെ എഴുന്നേക്കും, വെളുപ്പിന് എഴുന്നേറ്റ് എല്ലാവരുടെയും വീട്ടിൽ ചെല്ലും. പുള്ളി ആകപ്പാടെ ഇത്രയും കില്ലാരി മനുഷ്യനായിരുന്നല്ലോ അല്ലേ? വീട്ടിൽ ചെന്ന് എല്ലാത്തിനെയും വളർത്തിപ്പെറുക്കി ഉത്സാഹിപ്പിച്ച് അവർ തന്നെയും പണിയെടുത്തു. അങ്ങനെ ഒരു ഹോളായി കണിച്ചിയാറിലെ ഹോള് പണിതു. ഈ ഹോള് പണിത് കഴിഞ്ഞാണോ നിങ്ങളുടെ കല്യാണം നടക്കുന്നത്? ഹോള് അത് പറയാം. ഹോള് പണിത് ഒക്കെ അവിടെ ഒരു ഇതായല്ലോ. അപ്പം നമ്മുടെ മിഷനറിമാരെന്ന എസ്ലാർ മാതാമയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അവരൊക്കെ വന്ന് കണ്ടു, അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അങ്ങനെ കോഴിക്കോട്ടോട്ട് സ്ഥലം മാറി. കോഴിക്കോട്ട് മാറി. അതൊരു പ്രാരംഭ വേലയാണ്. അവിടെ ആരും അങ്ങനെ ഇല്ല. അപ്പോൾ CSIക്കാരാ കൂടുതൽ. അപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് കുറച്ച് സിസ്റ്റേഴ്സ് ഉണ്ട്. ബീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഇച്ചിരി കുറച്ച് പേര് 2-3 അങ്ങനെ. പിന്നെ ഒരു പിയൂണുണ്ട്, ക്രിസ്ത്യൻ കോഴിക്കോട്ടെ ക്രിസ്ത്യൻ കോളേജിൽ ഒരു പിയൂണ്. ഇത്രയൊക്കെ ഉള്ളൂ. വാടകയ്ക്ക് ഏജ് എടുത്ത് ഞങ്ങൾക്ക് തന്നതാണ്. അപ്പം അങ്ങനെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം പിന്നെ ഞാൻ ഇടയ്ക്ക് വിട്ടുപോകുന്നുണ്ട്. അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് പുള്ളിക്കൊരു വായുവിൻ്റെ ഒരു അസുഖം വന്നു. അല്ല, ഇത് കല്യാണം കഴിഞ്ഞുള്ള കഥയാണോ പറയുന്നത്? അല്ല, അതിന് മുമ്പത്തെ കഥയാണ് പറയുന്നത്. വായുവിൻ്റെ അസുഖം വന്നപ്പോൾ അതൊരു CSIക്കാരുടെ വീട്ടിലാണ്. പ്രായമുള്ള ഒരു അപ്പനും പുള്ളി മിലിറ്ററിയിലെ ഒരു കമാൻഡറായിരുന്നു. റിട്ടയർഡായി വന്ന് ഭാര്യയും ഭർത്താവും അവർ CSI കുടുംബം, CSIയിൽ അവർ പോകുന്നത്. ആ വീട് തുറന്നു കിട്ടി അവിടെ പിന്നെ ആരാധനയായി. വായുവിൻ്റെ അസുഖം ഉണ്ടായപ്പോൾ കുനിഞ്ഞിട്ട് നിവിരാൻ വയ്യ. അപ്പം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാലൊന്നും പുള്ളിക്കതൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ വേലയ്ക്ക് പ്രയോജനമാകുമോ, എൻ്റെ വേല നടക്കുമോ, എങ്ങനെയാ ദൈവഹിതം, അങ്ങനെ ഇങ്ങനെ സംശയം. അപ്പോൾ ഇച്ചാനിങ്ങനെ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്ക് പല അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരിക്കൽ പനി വന്നിങ്ങനെ വല്ലാതെ കൂടി
ഞാൻ പറയുന്നൊന്നും തിരിയത്തില്ല. അപ്പം അസ്വസ്ഥത കൂടി ഞാൻ പിന്നെ കൂടി കഴിഞ്ഞപ്പം അപ്പച്ചനെടുത്ത് തോളയിലിട്ടുകൊണ്ട് ഇങ്ങനെ നടന്നു. അപ്പം അതിനു മുമ്പ് ചർച്ചിൽ പറഞ്ഞ് പാസ്റ്റർ വന്നായിരുന്നു, ചേട്ടനാ പാസ്റ്റർ. അവരും അങ്ങനെ അവരവിടെ ഇരിക്കുമ്പം ഇങ്ങനെ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത വന്നപ്പം അപ്പച്ചൻ എന്നെ എടുത്ത് തോളയിലിട്ടുകൊണ്ട് ഇങ്ങനെ നടന്നപ്പം ഇവർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കാൻ വന്ന ആ വർത്താനം ആദ്യം വന്നപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചന് തിരിയുന്നില്ല. കുറേ പ്രാവശ്യം പറഞ്ഞിട്ടും തിരിയുന്നില്ല. അന്നേരം മറിയടി എന്നാമ്മ നീ ഇങ്ങോട്ട് നീ കൊച്ചെന്നാ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ കുറച്ച് പ്രാവശ്യം ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നാക്ക് തിരിയുന്നില്ല. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഒടുവിൽ പറഞ്ഞ് ശ്രദ്ധിച്ചു, ഇവൾ പറയുന്ന പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പച്ചൻ വേഗം എന്നെ ആ കട്ടിലോട്ട് എടുത്ത് കിടത്തി കഴിഞ്ഞ ഉടനെ ഇച്ചായനെ പ്രാർത്ഥിക്കണം. അന്ന് വേറൊരു അമ്മച്ചിയും കൂടെ വന്നെന്നാ ഇച്ചാൻ പറയുന്നത്, ഞാൻ ഓർക്കുന്നില്ല. ചേട്ടന്റെ കാര്യമാണ്. അപ്പോൾ ഈ കൊച്ചു ചാകുന്നതിന് മുമ്പ് പിന്നെ ഇങ്ങനെ പറഞ്ഞു കേട്ടതാ ഇച്ചാനെ. അന്നേരം പറഞ്ഞു, ഈ കൊച്ചു ചാകുന്നതിന് മുമ്പ് എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന്, ഈ തള്ള പ്രാർത്ഥന നിർത്തുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ പറയുന്ന ഞാൻ കേട്ടതാ. അങ്ങനെ കിടത്തി പുള്ളിക്കാരൻ ശക്തിയായിട്ട് പ്രാർത്ഥിച്ച നല്ല ഓർമ്മയുണ്ട്. എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥകളാണ്. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥനയുടെ ആ ശക്തി കൊണ്ട് ഒരു ചെറിയ ഈ തുപ്പലിൻ്റെ അംശം ഇങ്ങനെ പതറിയിട്ടൊരു ശക്കല ഇങ്ങനെ മേത്ത് വീണു. അപ്പോൾ അത് നല്ലൊരു തണുപ്പായിട്ട് എനിക്ക് തോന്നി. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേനും വ്യത്യാസമായി, കണ്ണൊക്കെ നല്ല ഇതായി. അങ്ങനെ അതങ്ങ് അസുഖം മാറി. അപ്പോഴേ ഇച്ചാൻ അത് മനസ്സിൽ കൊണ്ടു, ഈ കൊച്ചിൻ്റെ വിശ്വാസമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പച്ചന്, പിന്നെ ഞാൻ വളർന്ന് 10-17 വയസ്സായി. അപ്പോഴും ഞങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ ഞങ്ങളുടെ ശുശ്രൂഷകന്മാരെല്ലാം ഞങ്ങളുടെ വീട്ടിൽ വരാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവരെല്ലാം വീട്ടിലെ അംഗങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് പാസ്റ്റർ V.A. തോമസിന്റെ, അതായത് അമ്മച്ചിയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ കഥയായി പറയുന്നത് അല്ലേ? നിങ്ങളുടെ സഭയുടെ പാസ്റ്റർ ആയിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹമാണ് പ്രാർത്ഥിച്ചാണ് സൗഖ്യം കിട്ടിയത്. ഇനി പറഞ്ഞു. അപ്പോഴുണ്ടല്ലോ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ പിന്നെ പുള്ളിക്കാരനാണോ നിങ്ങളുടെ കല്യാണം ആലോചിച്ചത്? അപ്പോഴേ ഇങ്ങനെ വന്ന് കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളെ സുവിശേഷവേദിക്ക് അപ്പച്ചൻ നേർന്നതാ. ആ പുള്ളിക്കാരൻ ഇച്ചിരി മടിയനാ, അങ്ങനെ വീട് വിട്ടെങ്ങും പോവുകയല്ല. അപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ ചിന്തിച്ചു, പിന്നെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ തങ്കമ്മ പിന്നെ ഒരു സുവിശേഷനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം. എനിക്ക് സുവിശേഷ വേലയായിരുന്നു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു സുവിശേഷനെ കല്യാണം കഴിക്കണം ആഗ്രഹമായിരുന്നു. കാരണം പിന്നെ ഞങ്ങൾ അറബി ഒത്തിരി ഇവർക്കൊന്നും അറിയത്തില്ല, ഒത്തിരി മല കയറി പോകണം. ഞാൻ തന്നെയൊക്കെ പോകുമായിരുന്നു, പിന്നെ PYPക്കൊക്കെ അവിടെ മീറ്റിംഗ് പറയുന്നത്. അങ്ങനെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം കൺവെൻഷനൊക്കെ പോകും ഞങ്ങൾ. അവിടെ കൺവെൻഷൻ പോയി വരുമ്പോഴത്തേനും ഒരുമാതിരി നേരം ഒത്തിരിയാകും. ആ വഴി ഇങ്ങനെ ഈ മണലൊക്കെ നല്ല തണുപ്പാണ്, പൂഴിമണൽ മഞ്ഞ് കൂട്ടി വരുമ്പോൾ നേരം കുറയോ. ഞാൻ ഓർത്തു, ഭർത്താവേ, ഇങ്ങനെയാണ് മനസ്സിലോർത്തു, ഭർത്താവേ ഈ എന്നെ ഏതാണേലും കല്യാണം കഴിപ്പിക്കും. ഞങ്ങളുടെ വീട്ടിലെ ഒരു കർഷക കുടുംബമാണ്, അതുപോലെ ഒരു കുടുംബത്തിൽ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കും. അപ്പം ഞാൻ എല്ലാ പണിക്കാർക്കും കഞ്ഞിയും കപ്പയും ഒക്കെ വേവിച്ച് അവിടെ ചെന്നാലും ഇങ്ങനെ കിടക്കുകയുള്ളൂ. അപ്പം ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതും എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. സ്വന്തം ഭവനം എന്ന് ഉദ്ദേശിച്ചത് സ്വർഗത്തിന് വേണ്ടി. ഇങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. അപ്പം അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നു. എനിക്ക് സുവിശേഷ വേലയാണ് ഇഷ്ടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പച്ചന് ഇങ്ങനൊരു ചിന്ത വന്നത്. അപ്പം കയ്യിലൊന്നും ഇല്ല, പണമൊന്നും. ഒരു കൊല്ലത്തെ ഇഞ്ചി കൃഷി കൊണ്ടാണ് എൻ്റെ കല്യാണം നടത്തിയത്. ഈ ഒരു കൊല്ലം നടത്തിയ ഇഞ്ചി കൃഷി കൊണ്ട് കല്യാണം. അപ്പം ഈ പിന്നെ ഇത്തരം പെൺപിള്ളേരൊക്കെ ഉണ്ടല്ലോ. അപ്പച്ചൻ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ ദൈവമേ എങ്ങനെ. അന്നേരം അപ്പച്ചനോട് ദൈവാത്മാവ് ഇങ്ങനെ സംസാരിച്ചു, നിന്റെ ഈ കയ്യിലിരിക്കുന്നതുകൊണ്ട് ഒരാളുടെ കാര്യം നടത്തത്തില്ലെന്നുണ്ടോ? ആ കൊല്ലം ചുക്കിന് നല്ല വില വന്നു. കൊല്ലം 3000 രൂപ അന്ന് വലിയ കാര്യമാണ്. 3000 രൂപ കിട്ടി. അത് പിന്നെ പകുതി സ്ത്രീധനവും കൊടുത്തു, ബാക്കി ചെലവെല്ലാം ഇവരെ വീട്ടുകാരായിരുന്നു. അങ്ങനായിരുന്നു കല്യാണം. അപ്പൊ കല്യാണം ആലോചിച്ചത് അപ്പച്ചൻ തന്നെ ആലോചിച്ചു. അപ്പൊ അങ്ങനെ പിന്നെ എൻ്റെ അപ്പച്ചന് തോന്നി, പിന്നെ തോമാച്ചന് ഇവിടെ വരുമായിരുന്നു.
അനിയനെ ജ്യേഷ്ഠൻ്റെ ചർച്ചിൽ വരുമായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ്റെ വചന ശുശ്രൂഷ അപ്പച്ചൻ കേട്ടു. ഓ. അപ്പം ഭയങ്കര എല്ലാ പാസ്റ്റർമാരെയും അപ്പച്ചൻ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരും, ഗസ്റ്റായിട്ട് വരുന്നവരെയൊക്കെ. അപ്പം വീട്ടിൽ വന്ന് പറഞ്ഞു ഓർക്കുന്നു, എടി അന്നാമേ, ഹോ നമ്മുടെ പാസ്റ്ററുടെ ഒരു അനിയനുണ്ട്, അവൻ്റെ പ്രസംഗം ഇങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ കറുത്ത ഒരു കൃഷി ശരീരം വന്നുണ്ട്, അതൊരു പ്രത്യേക ഒരു ഇത് പറഞ്ഞു. ഇങ്ങനെ ആ കൊച്ചൻ അങ്ങനെ, എന്നാലും അവൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം ഭയങ്കര വചനം. അപ്പച്ചൻ അതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അച്ഛനെ പലപ്പോഴൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ മൂത്തതായതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്ത്, അമ്മയെല്ലാം എൻ്റെ കയ്യിലാണ് തരുന്നത്. അച്ഛന് ഞാൻ ആഹാരമൊക്കെ കൊണ്ട് കൊടുത്തിട്ടുമുണ്ട്. അന്നൊന്നും അറിയത്തില്ല. കണ്ടിട്ട് ഈ കറുത്ത് പഠിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? വചന ശുശ്രൂഷ കേട്ടിയപ്പോൾ പിന്നെ എന്നാ അതാണ് പ്രധാനമായി തോന്നിയത്. അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ അപ്പച്ചന് ഇഷ്ടപ്പെട്ടു ആ വചന ശുശ്രൂഷ. അപ്പോൾ ഇച്ചേൻ അങ്ങോട്ട് നേരെ പോയി പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ടെന്ന്. ഇച്ചേൻ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങളുടെ വീട് അതുപോലെ അറിയാം. അന്നത്തെ ആ പ്രാർത്ഥനയുടെ വിശ്വാസം പുള്ളിയുടെ അകത്ത്, അതെല്ലാം പുള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അന്നേരം ഭയങ്കര സന്തോഷമായി. എന്നാൽ ഇങ്ങേരുണ്ടല്ലോ പിടി കൊടുക്കത്തില്ല. അനിയൻ പിടി കൊടുക്കത്തില്ല. ചേട്ടന് ഇഷ്ടപ്പെട്ടെങ്കിലും അനിയൻ പിടി കൊടുക്കത്തില്ല. ഇത് ദൈവഹിതമാണോ എന്ന് എങ്ങനെ അറിയുന്നത്? അതുകൊണ്ട് പുള്ളി കോഴിക്കോട്ട് ചെന്ന് അവിടെ താമസിക്കുന്ന സ്ഥലമൊക്കെ കണ്ടിട്ട് അവിടെ ഒന്നും ആളില്ല, ഞാൻ വരുന്നെന്ന് പറഞ്ഞു പുള്ളി മുങ്ങിക്കളഞ്ഞ കേട്ടെ. കല്യാണം ആലോചിച്ചപ്പോൾ ആളില്ല. എന്നിട്ട് ആ കോഴിക്കോട്ട് നേരെ വീട്ടിലോട്ട് വന്നു. വിയർത്താഹപ്പാടെ വിഷമായിട്ട് അവനെ അവിടെ നിന്ന് ഞാൻ കണ്ടു. എന്തോ വന്നു എന്ന് പറഞ്ഞു. അവൻ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ആ വാക്ക് ഞാനിപ്പോൾ അങ്ങ് പറഞ്ഞു. ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടാണ് വന്നത് വീട്ടിൽ. ആ വീട്ടിൽ വന്ന് പിന്നെ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളൊരു വീട് പോലെ കഴിയുന്നതെന്ന് കണ്ടു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പല പ്രാവശ്യം പിടി കൊടുക്കാതെ നടന്നു. ഒടുവിൽ പിന്നെ പറഞ്ഞു, നീ ഇതിന് നിന്നില്ലെങ്കിൽ എൻ്റെ ഒരു കാര്യത്തിന് ഞാൻ വരത്തില്ലെന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പം അതിനു മുമ്പ് ആരോ ഒരു കല്യാണം അയച്ചു. അത് ഒരു അരമനസ്സാ. പെണ്ണ് പാട്ടുകാരിയാണ്, ഒത്തിരി വണ്ണമുണ്ട്, ഞാനതിനെ കണ്ടതാണ്. അന്നേരം പിന്നെ ഇച്ചാൻ അന്നേരം അതും പറഞ്ഞു, അവൻ അതിനൊരമനസ്സുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞു. ഏതാണേലും കൊള്ളാം ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്ക് ആരും ഇല്ലല്ലോ. എന്നാ മനസ്സ് വെച്ചില്ല. അങ്ങനെ കല്യാണം സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ചു. അങ്ങനെയാണ്. എവിടെ വെച്ചാ കല്യാണം നടന്നത്? ഏജി ചർച്ചില്, പെരിങ്ങിരിയിൽ ഏജി ചർച്ചില്. ആരാ നടത്തിയേ? പിന്നെ ഒരു പുള്ളിയുടെ ശമുവേൽ പാസ്റ്റർ. ഇൻഷ്യൽ എന്തായിരുന്നു? അല്ലല്ല, ഇൻഷ്യൽ പറഞ്ഞു ശമുവേൽ പാസ്റ്റർ. അവരൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ കോഴിക്കോട്ടോട്ട് വന്നു. കോഴിക്കോട്ട് അവിടെ വന്ന് താമസമാക്കി. അങ്ങനെ സുവിശേഷ വേല തുടങ്ങി. കല്യാണത്തിന് പാസ്റ്റർ എന്നെ കാണുന്നേ. നേരം പറഞ്ഞ് ഈ കൊച്ചി ഇത്രയും ചെറുതാണ്, എന്നാ ഞാൻ സമ്മതിക്കല്ലായിരുന്നല്ലോ. അതായത് പുള്ളിക്കാരനും ഇച്ചിരി അല്ലേ ഉള്ളൂ? ഇച്ചിരിയേ ഉള്ളൂ. മൂത്ത പെങ്ങളുണ്ട്, ഇതെൻ്റെ കുഞ്ഞുകുട്ടിക്ക് വേണ്ടി വാർത്ത വെച്ചതാണ്. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കോഴിക്കോട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാവും? കോഴിക്കോട്ടെ കേന്ദ്രം ഞങ്ങൾക്ക് പിന്നെ അതോറിറ്റി ഞങ്ങൾക്കൊരു വീട് വാടകയ്ക്ക് എടുത്തു തന്നു. അതിന് വാടക അവർ കൊടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് പ്രതിമാസം ഞങ്ങളുടെ സഹായം വരുമാനം 20 രൂപയാണ്. 20 രൂപയാണ് തരുന്നത്. അന്ന് 20 രൂപയ്ക്ക് വിലയുണ്ട്. മീനൊക്കെ സാമാന്യം ഇപ്പോഴത്തെ ഒരുമാതിരി നിരക്കിനുള്ള 50 പൈസ, 1 രൂപ അല്ലെ 2 രൂപയൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെ പട്ടിണി കിടക്കേണ്ടി ഒന്നും വന്നില്ല. പട്ടിണിയൊന്നും അറിഞ്ഞിട്ടില്ല. ഉള്ളത് കൊണ്ട് കഴിയാൻ അത് എനിക്ക് നല്ല. പുള്ളിക്കാരൻ്റെ രീതികൾ എന്തൊക്കെയായിരുന്നു? പുള്ളിക്കാരൻ്റെ രീതികളെന്ന് പറഞ്ഞാൽ രാവിലെ എപ്പോൾ എഴുന്നേക്കും? രാവിലെ സമയമൊന്നും ഞങ്ങളത്ര അല്ല. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ സാഹചര്യങ്ങളായിരുന്നല്ലോ. ഒരറക്കപ്പൊടി അടുപ്പും, ആദ്യം സ്റ്റൗവായിരുന്നു. സ്റ്റൗവിൽ ഞാനിവിടെ മണ്ണെണ്ണ സ്റ്റൗ. അത് പിന്നെ മാറി, പിന്നെ അറക്കപ്പൊടി വാങ്ങിച്ച് ഞാനിവിടെ വന്നപ്പോഴേ അറക്കപ്പൊടി വാങ്ങിച്ച് അത് നിറച്ചിട്ടാണ് ഞങ്ങൾ
അപ്പോൾ ചെറിയ വിറകൊക്കെ അവിടെ ഏതോ മരമുണ്ട്, അതൊക്കെ ഞങ്ങൾ വെട്ടി രണ്ടുപേരും കൂടെ. പിന്നെ തെങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ മടൽ വീഴുന്നത്, അതെല്ലാം പുള്ളിക്കാരനെ കുറച്ച് എണ്ണയൊക്കെ ആദ്യം വാരി തേച്ചേച്ച് ഈ മടലൊക്കെ കീറി, പിന്നെ ഒരു അതിൻ്റെ കോണിക്കൊരു ചെറിയ ഒരു ഇതൊക്കെ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഈ വിറക് ഞാനും കൂടെ കൂടും. അതിൽ അന്ന് പുള്ളി ഇങ്ങനെ ഈ കൺവെൻഷന് പ്രസംഗിക്കാനൊക്കെ പോകുന്ന സമയമാണോ അന്ന്, ഈ കല്യാണം നടന്ന സമയത്ത് തന്നെ? പിന്നെ അന്നേരം സഭയുടെ ശുശ്രൂഷ ഉണ്ടായിരുന്നുള്ളല്ലോ. എന്നാലും പ്രവർത്തനത്തിന് എവിടെയെങ്കിലുമൊക്കെ പോകുമായിരുന്നു. ഏഴിമല ഒരു മീറ്റിംഗ് ഹിന്ദുക്കട എങ്ങാണ്ടായിരുന്നു തോന്നുന്നു, അവിടെ ഒരു മീറ്റിങ്ങിന് പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. അതല്ല, ഈ കൺവെൻഷന് പ്രസംഗിക്കാനൊക്കെ പുള്ളി പതിവായി പോകുന്നത് ഏത് കാലത്താണ്? കൺവെൻഷന് പോകുന്നത് ചെത്തോങ്കരയായിരുന്നു. കോഴിക്കോട്ട് ഞങ്ങൾ 1.5 വർഷം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറി? അത് കഴിഞ്ഞ് ഞങ്ങൾ ചെത്തോങ്കരയ്ക്ക് പോയി. ചെത്തോങ്കര എന്ന് പറയുന്നത് എവിടെ? ചെത്തോങ്കര റാന്നിയിൽ. ഓ, കോഴിക്കോട് നിന്ന് നേരെ റാന്നിക്ക്. അത് അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു അനാശാല ഉണ്ടായിരുന്നു, അവിടെ പുള്ളി ഇഷ്ടമായിരുന്നു, അവിടെ നേരം പോകുമായിരുന്നു. അപ്പോൾ പുള്ളി കോഴിക്കോട്ടിരുന്നു. അപ്പോൾ അതിന് പലർക്കും ഇതുണ്ടായിരുന്നു, കോഴിക്കോട്ടിരുന്ന് തോമാച്ചൻ കോഴിക്കോട് വരണമെന്ന് ചിലർക്ക് നല്ല ആശയുണ്ട്. കോഴിക്കോട് സ്റ്റേഷൻ നല്ലത്, ആരും കിട്ടിയാൽ വിടുകയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് പറയും, തോമാച്ചൻ അവിടെ ഇരുന്നിട്ട് സഭയുണ്ടായില്ലെന്ന് അങ്ങനെ പറഞ്ഞ് അത് പുള്ളിയുടെ ചെവിയിലെത്തി. അന്നേരം പുള്ളി എന്തോ എടുത്തു, പുള്ളി അതെല്ലാം അവിടെ ഇട്ടേച്ച് പിന്നെ എന്നെ കൊണ്ട് വീട്ടിലാക്കി. എന്നിട്ട് സഞ്ചാര സുവിശേഷനായിട്ട് പോകണമെന്ന് അങ്ങനെ നിശ്ചയിച്ചപ്പോൾ ഈ ജോയിച്ചാൻ വലിയ കൂട്ടുകാരനാണ്, അവിടെ ചെന്നു. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ കാര്യം ഇങ്ങനെ, ഞാനിങ്ങനെ പറയാം, തോമാച്ച അതിപ്പോൾ വേണ്ട, അതേ ഒരു സഞ്ചാര പ്രവർത്തനമായിട്ട് പോയാൽ എല്ലാവരും ഒന്നും അംഗീകരിക്കത്തില്ല, ഒരു അഡ്രസ്സ് വേണം, അഡ്രസ്സ് ഇല്ലാത്ത സുവിശേഷം എന്നെ ആരും സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് തോമാച്ചൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, ചെത്തോങ്കര ഒരു വലിയ സഭയാണ്, അവിടെ ഇപ്പം പാസ്റ്റർമാരാരും ഇല്ല, ഒരു അവറാച്ചാനും അമ്മാമ്മയായിരുന്നു, അവന് ദൂത് പറയാൻ നല്ലൊരു പ്രവർത്തനമായിരുന്നു. അപ്പം അവർ പോവുക. അപ്പോൾ അവിടെ അപ്പോൾ പി ജെ തോമാച്ചാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ BA വർഗീസിനെ BA തോമസിനെയും കിട്ടിയാൽ, എങ്ങനെ ഒരു സാഹചര്യം കിട്ടിയാൽ അവരെ നമുക്ക് വേണം, അത് ജോയിച്ചാനോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, പിന്നെ ചെത്തോങ്കരയ്ക്ക് പോകും, നല്ലൊരു സഭയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അമ്മാമ്മ കൃപാവര ശുശ്രൂഷ, അത് പറഞ്ഞു, ഇനിയും വരുന്ന വചന ശുശ്രൂഷ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഒരു വചന ശുശ്രൂഷയുള്ളൊരു കർത്തൃദാസനാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം എന്നാൽ പോകാമെന്നങ്ങ് തീരുമാനിച്ച് പിന്നെ അച്ചാച്ചനെയും കൂട്ടി ചെത്തോങ്കരയ്ക്ക് വന്നു. ചെത്തോങ്കരയ്ക്ക് വന്നു കഴിഞ്ഞ് പിന്നെ അതൊരു വലിയ സഭയായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അവർ ഓർത്ത്, എൻ്റെ ദൈവമേ, ഈ കൊച്ചു പിള്ളേർ ഇവിടെ വന്ന് എന്നോ ചെയ്യാനാണ്. അപ്പോൾ അവിടുത്തെ ഭാഷയുടെ യാത്രയായപ്പോൾ ഞങ്ങളുടെ സ്വീകരണ മീറ്റിങ്ങും കൂടെ എല്ലാം ഒന്നിച്ചായിരുന്നു. അപ്പോൾ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ വചനം സ്വീകരണ മീറ്റിങ്ങിന് ഉള്ള ആ ചടങ്ങ് കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവർക്കും സന്തോഷം. ഈ പുള്ളിയുടെ പ്രസംഗം പുള്ളി എങ്ങനെ ഉണ്ടാക്കുന്നത്, അത് വല്ലതും ഓർമ്മയുണ്ടോ? അത് ബൈബിള് വായിക്കും, പിന്നെ നോട്ട് എഴുതി വെക്കും. നോട്ട് എഴുതുന്ന ഓരോ വർഷവും വലിയ ബുക്കിൽ നോട്ട് ബുക്ക് കുറേ ഉണ്ടായിരുന്നു. അല്ല, അപ്പം പുള്ളി ഇത് പഠിക്കാനായിട്ട് വേറെ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നോ പുള്ളിക്ക്? പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു നന്നായിട്ട്. എന്നിട്ട് ഈ പിന്നെ സഭായോഗത്തിനും കൺവെൻഷനും എല്ലാം ഒരേപോലത്തെ പ്രസംഗങ്ങളായിരുന്നോ? പ്രസംഗങ്ങൾ വചനം വായിച്ച പുള്ളി അതിൽ നിന്ന് ഒരേപോലത്തെ എന്ന് പറഞ്ഞാൽ, പ്രസംഗം ഒരേപോലത്തെ എന്ന് പറഞ്ഞാൽ ഏത് വിഷയം പുള്ളി അത് വായിച്ച് അത് നല്ലതായിട്ട് പറയും. ഇപ്പം കോഴിക്കോട്ടൊക്കെ ആയിരുന്നപ്പം സമുദായക്കാരുടെ വീടാ, ആ മുറി ഞങ്ങളിങ്ങനെ ചുറ്റും കുറേ പേരുണ്ട്, ഓരോരുത്തർക്കും ബൈബിളും പാട്ടുപുസ്തകവും ഒക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് അവർ യോഗം തുടങ്ങുന്നത്. ഒരാളെ രക്ഷിക്കപ്പെടാത്ത ഒരാൾ പുതുതായിട്ട് വന്ന അന്നത്തെ ദൂത് പുള്ളിയോടായി. ഒരു തീരുമാനം കഴിഞ്ഞേ അവിടുന്ന് പോകുള്ളൂ. അങ്ങനെയായിരുന്നു. ആ വചനം കേട്ട 2-1 പറയും. ഞാൻ പറയുന്ന വചനം ഒന്നെങ്കിൽ നിങ്ങൾ മുഴങ്കാലം നിന്ന് ഏറ്റുവാങ്ങുക, അല്ലെ പുറംകാലം കൊണ്ട് തട്ടിക്കെറിഞ്ഞിട്ട് പോവുക, ഇത് 2-ലേതെങ്കിലും നടക്കും. അതുപോലെ അവരോട് വചനം പറയും. പുള്ളിക്കാരൻ ഇങ്ങനെ ഈ കൺവെൻഷനൊക്കെ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങിയത് ചെത്തോങ്കര വന്നപ്പം. പിന്നെ അവിടെ ഒരു ശമൂവേലച്ചായനുണ്ടായിരുന്നു, നിങ്ങൾക്കറിയത്തില്ലായിരിക്കും. ആ ശമൂവേലച്ചായനെ എല്ലാവരോടും പറഞ്ഞ് ഈ മാസയോഗത്തിനൊക്കെ പോകും.
ശമേലച്ചാൻ പറഞ്ഞാണ് പൊതു ശുശ്രൂഷയ്ക്ക് പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടെങ്കിൽ കുട്ടിശ്വാസയുടെ വീട്ടിലെങ്ങാണോ ഒരു വീടുണ്ട്, അവിടെയാണ് ഞാൻ പോയി കിടക്കുന്നത്. നമുക്ക് അമ്മയപ്പനും പോലെ, ഞാൻ കൊച്ചല്ലേ, അപ്പോൾ അവരെൻ്റെ അമ്മയുടെ പ്രായമുണ്ട്. അപ്പോൾ അവിടെ ഞാൻ താമസിക്കും അച്ഛൻ എവിടെയെങ്കിലും പോകുമ്പോൾ. പിന്നെ അങ്ങ് സ്ഥിരമായി പോക്ക് തുടങ്ങി. അപ്പോൾ സഭയുടെ ശുശ്രൂഷയ്ക്ക് ഒക്കെ അല്ലാത്ത പോലുള്ള ഒരു നില. അവിടുന്ന് പിന്നെ അത്രയില്ല. അവിടുന്ന് പിന്നെ അച്ഛൻ അങ്ങനെ പോകും, ഭവന സന്ദർശനം ഒന്നും നേരം കിട്ടത്തില്ല. അപ്പോൾ പോകുന്ന മുഴുവൻ ഞാൻ എല്ലാ ആഴ്ചയിലും അവരുടെ വീടുകളിൽ ചെല്ലണം. അല്ലെങ്കിൽ അത് അവിടുത്തെ നിയമമാണ്. മാസത്തിലൊരിക്കലും എങ്ങും പോയാൽ പോരാ, എല്ലാ ആഴ്ചയിലും. അപ്പം ഒറ്റയ്ക്ക് പോകും? ഞാൻ ഒറ്റയ്ക്ക് പോകും, പോയി പ്രാർത്ഥിക്കും. ഒറ്റയ്ക്ക്. പിന്നെ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച VIP ഉണ്ട്, ഞായറാഴ്ച ആരാധന, പിന്നെ എല്ലാ വീട്ടിലും ഞാൻ പോകും. ഈ ചെത്തോങ്കര ഇരിക്കുമ്പോഴാണ് കൺവെൻഷൻ പ്രസംഗങ്ങൾക്ക് തുടങ്ങിയത്. അപ്പൊ ഈ നോട്ടെല്ലാം എഴുതി വെക്കുന്ന ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ? അതെല്ലാ വർഷവും ഓരോ ബുക്ക് എഴുതി അവിടെ ഇരുന്ന് വീട്ടിൽ വന്ന് വചനം വായിക്കുക, പഠിക്കുക, മുഴുവൻ വേദോസത്തിലെല്ലാം വരച്ചിട്ട് വെക്കുക. എന്നിട്ട് എന്തൊക്കെയായിരുന്നു പ്രധാന പ്രസംഗ വിഷയങ്ങൾ? എന്തൊക്കെയായിരുന്നു? പിന്നെ ഞാൻ അന്നേരം ഒന്നും പോകുകയല്ലാത്തോണ്ട് പുള്ളിയുടെ മെസ്സേജുകളും അങ്ങനെ വലുതായിട്ടുള്ള അറിവ് നമ്മൾ കേൾക്കുന്നില്ല. ആരാധനയ്ക്ക് വരുമ്പം കേൾക്കുന്നതേ ഉള്ളൂ. അന്നൊന്നും ഒരു കൺവെൻഷനൊന്നും കൂട്ടി കൊണ്ടുപോയിട്ടൊന്നുമില്ല. മാസത്തിനൊക്കെ പോവുള്ളൂ. അപ്പം കൺവെൻഷൻ എന്നെ എങ്ങും അങ്ങനെ സാധാരണ ഇല്ലായിരുന്നു. കാരണം പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ. അല്ല, പുള്ളി പോയച്ചു വരുമ്പോഴേ ഈ കൺവെൻഷനൊക്കെ പോകുമ്പോൾ ഒത്തിരി കാശൊക്കെ കിട്ടത്തില്ലായിരുന്നു? കൺവെൻഷന് പോകുമ്പം ഒത്തിരി എന്ന് പറഞ്ഞാൽ അന്നത്തെ നില പുള്ളിക്ക് അങ്ങനെ പിന്നെ ഭൗതികമായിട്ടുള്ള ധനപരമായ കാര്യങ്ങളൊരു ചിന്തയില്ല. കൊടുത്താൽ വാങ്ങും. അതിപ്പം ഒരിടത്ത് പോയി വേറൊരിടത്ത് കിടക്കാനായിട്ട് ഓരോരുത്തർ പ്ലാൻ, ഓരോ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ പുള്ളി പ്രസംഗം കഴിച്ചു പുള്ളി എഴുന്നേറ്റ് വീട് വെച്ചു. ആണല്ലേ? ഉണ്ടല്ലോ. എന്നിട്ട് പൈസ വീട്ടിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് പുള്ളിക്കത്. അപ്പോൾ ഈ കാശൊക്കെ കൊണ്ടുവന്ന് അമ്മച്ചിയെ ഏൽപ്പിക്കുമായിരുന്നോ? ഞാൻ പറയാം, വീടൊക്കെ പിന്നെ പ്രസംഗം പറയുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ പറയും, വണ്ടിക്കൂലിക്ക് എനിക്ക് അങ്ങോട്ട് പോകാനുള്ള പൈസ എൻ്റെ കീശയിലുണ്ട്, ഞാൻ മുഴുവൻ പറഞ്ഞേച്ചേ പോകുള്ളൂ. എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞേച്ചേ പോകത്തുള്ളൂ, നിങ്ങൾ വണ്ടിക്കൂലി തന്നില്ലേലും കുഴപ്പമില്ല. അതാ പുള്ളിയുടെ പറച്ചില്. അപ്പോൾ പുള്ളി അടുത്ത മീറ്റിംഗ് എവിടാന്ന് വെച്ചാൽ അങ്ങോട്ടങ്ങ് പോകും. പൈസയൊന്നും പുള്ളിക്ക് വിഷയമല്ല. പിന്നെ സ്ത്രീധനം കൊടുത്ത പൈസ ഉണ്ടല്ലോ, 1500 രൂപ സ്ത്രീധനം കൊടുത്തു. അത് പുതിയ വിശ്വാസികളായിരുന്നു അന്ന് അവിടെ. എവിടെ? കണിക്കാറ്റിൽ. മനസ്സിലായി. ഒരാൾ വന്ന് പൈസ വെച്ചാൽ 1500 കൊടുത്തു. സ്ത്രീധന കാശ് മുഴുവൻ ഒരാൾക്ക് സംഭാവന കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ 1000 രൂപ 1500 കൊടുത്തു. എത്രയോ നാൾ കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ പറയാം, എനിക്ക് അങ്ങനെ ചെയ്തൊന്നുമില്ല, അതൊന്നും നമുക്ക് വിഷയമല്ല, ഒന്നിലും പറയത്തില്ല. അപ്പോൾ കൊടുത്തെന്ന് എനിക്കറിയാം. അങ്ങനെ വന്ന് പൈസ മേടി. അച്ഛൻ്റെ സഭയിൽ പിന്നെ ഇച്ഛൻ്റെ സഭയിൽ ഇങ്ങേര് വരുമ്പോഴും അന്ന് പട്ടിണി ഒന്നുമില്ല. അന്നേരം ഇവിടുന്ന് ആരെങ്കിലും ഒക്കെ ഇച്ചിരി പൈസ കൊടുക്കുന്ന പോക്കറ്റിലിട്ട് അവിടെ ചെല്ലുമ്പോൾ പോക്കറ്റിൽ നിന്ന് ആളുകൾ കൈയിട്ടെടുക്കുമായിരുന്നു, കൊണ്ടുപോകും. കാശിനെ കുറിച്ചൊന്നും പുള്ളിക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ശ്രീധരൻ മുഴുവൻ അങ്ങേർക്കങ്ങ് കൊടുത്തു. അത് കഴിഞ്ഞ് എപ്പോഴോ അയാൾ 1000 രൂപ തിരിച്ചു കൊടുത്തു. 500 കിട്ടിയില്ല. 1000 രൂപ കൊടുത്ത് അതുകൊണ്ട് ബാങ്കിലിട്ടു. ആ ബാങ്കിലിട്ടത് അങ്ങനെ അവിടെ കിടന്നു. അങ്ങനെ അതിൻ്റെ കൂടെ പിന്നെ പൊതു ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ ഇച്ചിരി എടുത്ത് സൂക്ഷിക്കും. അത് ഉള്ളതിൽ നിന്ന് ഇച്ചിരി എടുത്ത് സൂക്ഷിച്ചു കൊണ്ട് ബാങ്കിലിടും. ബാങ്കിൽ കൊണ്ടിട്ടാൽ അത് ഫിക്സഡ് ഒന്നും ഇടുകയില്ല. അങ്ങനെ ഇട്ടാലും പിന്നെ മരണം വരെ ഫിക്സഡ് ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചുമതല ഏറ്റപ്പം ഇവരുടെ കല്യാണം കഴിഞ്ഞാണോ? അല്ല, അന്ന് കല്യാണമൊന്നും കഴിഞ്ഞില്ല. അന്നേരം ആനപ്പന്തി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ബാങ്കിൽ പോയപ്പോൾ അപ്പം മാനേജർ പറഞ്ഞു, ഇതിങ്ങനെ നിങ്ങൾ ഇട്ടിട്ട് ഒരു ഫിക്സഡ് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഫിക്സഡ്. അത് പോട്ടെ. അപ്പം നമുക്ക് പിന്നെ ഈ കൺവെൻഷൻ പ്രസംഗങ്ങളായിരുന്നു പുള്ളിക്കാരൻ്റെ അവസാന കാലഘട്ടത്തിൽ. ക്ലാസ്സിന് പോകും, ബൈബിൾ ക്ലാസ് സഭകളിൽ കൺവെൻഷൻ ക്ലാസ്സും. അങ്ങനെ മെഴുവേലായി കഴിഞ്ഞപ്പം പിന്നെ ഒട്ടും വരാൻ നേരമില്ലാതായി. അങ്ങനെ ഞായറാഴ്ച പോലും വരാൻ ആളെ. അങ്ങനെ സഭാ ചാർജ് വേണ്ടെന്ന് വെച്ചു. അന്നേരം
സവാ ചാർജ് വേണ്ട. അങ്ങനെ എന്നാലും അവർക്ക് വിടാൻ മനസ്സില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ തുരുത്തിക്കാട്ടിൽ സ്ഥലം എടുത്തു. അവിടെ കണ്ണമല പപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സ്ഥലമില്ലായിരുന്നു ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ആലോചിച്ച് ഞങ്ങളുടെ കയ്യിൽ ആദ്യം 11,000 രൂപ ആകെ ഉള്ളൂ. ആ 11,000-ത്തിന് പിന്നെ വഴിയും പിഴയും ഒന്നും ഇല്ലാത്തടത്തായിരുന്നു. പിന്നെ അത് കുറേ ഇങ്ങോട്ട് ഇറങ്ങി വരണം ഒരു ഇടുക്കിടാത്തോടെ. അവിടെ പിന്നെ ഞാൻ മേഴ്സിയൊക്കെ ഇവിടെ ബാഗൊക്കെ എടുത്ത് വെളുപ്പാങ്കാലത്തൊക്കെ പോകണമെങ്കിൽ ഞങ്ങൾ എന്നാലും നമുക്ക് ഒന്നിച്ച് നടക്കത്തില്ല. അങ്ങനെ ഒരു ഇതുമില്ലാത്തൊരു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് പിന്നെ മലബാറിന് പോയത്. മക്കളൊക്കെ ഉണ്ടായത് ഏത് കാലത്താണ്? മക്കൾ ചെത്തോങ്കര ആയിരുന്നപ്പോഴേ 2-3 വർഷം കഴിഞ്ഞ മേഴ്സിയെ പ്രസവത്തിന് ഞാൻ ആദ്യം മൂത്ത മോള് മേഴ്സി. ഞാൻ ആദ്യം എനിക്ക് അവർ യാത്രയപ്പോൾ തന്നെ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുഞ്ഞിനെയും കൊണ്ട് വരുന്ന മെഴുവേലിക്കാണ് വരുന്നത്. മെഴുവേലിക്ക് സ്ഥലം മാറി. മെഴുവേലിയിൽ എത്ര കാലം ഉണ്ടായിരുന്നു? മെഴുവേലി 4 വർഷം. 4 വർഷം. അത് കഴിഞ്ഞിട്ട് മെഴുവേലി 4 വർഷം കഴിഞ്ഞ് തിരിച്ച് മലബാറിൽ പോയത് എപ്പോഴാണ്? മലബാറിൽ പോയത് മെഴുവേലി 4 വർഷം കഴിഞ്ഞിട്ട് തുരുത്തിക്കാട്ടിൽ വന്നു. കണ്ണമല പപ്പ എടുത്ത സ്ഥലത്ത് അവിടെ ഞങ്ങൾ താമസിച്ച് കൺവെൻഷനും പ്രോഗ്രാം എല്ലാമായിട്ട് 10 വർഷമെന്ന് തോന്നുന്നു. 10ആണോ 12ആണോ വർഷം തുരുത്തിക്കാട്ടിലാണ് താമസിച്ചത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ മലബാറിലെ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും അപ്പച്ചനോട്. അപ്പം അച്ഛന് അസുഖം കൂടിയല്ലോ, കാലൊക്കെ. എപ്പോഴാണ് ഈ ഷുഗറിൻ്റെ പ്രശ്നം? പ്രശ്നം പിന്നെ എത്രാമത്തെ വയസ്സിലാണ്? പിന്നെ അന്നേരം മെഴുവേലി ഞങ്ങളെ വന്ന് ഒരു വാടക വീട്ടായിരുന്നു അന്ന്. ആ വാടക വീട്ടിലായിരിക്കുമ്പോഴാണ് ഈ ഷുഗർ ഉണ്ടാകുന്നത്. അന്ന് ഇവക്ക് 3 വയസ്സോ മോൾക്ക് 3 വയസ്സ്. അല്ല, ഷുഗറും തിരുവനന്തപുരത്ത് ഒരു യോഗത്തിന് പോയി വന്നു കഴിഞ്ഞപ്പോഴേ ഈ മഞ്ഞപ്പിത്തവും ഷുഗറും കൂടെ ഒന്നിച്ച്. അപ്പം യോഗം കഴിഞ്ഞ് വന്ന് പിന്നെ കട്ടിലോട്ട് ആ ബാഗ് വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ കിടപ്പായിരുന്നു. എള്ളിട്ടാ പൊട്ടുന്ന പോലത്തെ പനി. അപ്പോഴേ ഞാൻ പനി ഇച്ചിരി കുറഞ്ഞു. ഗ്ലൂക്കോസ് ഞാൻ കൊടുത്തായിരുന്നേ ക്ഷീണം മാറാൻ. അപ്പം ക്ഷീണം കൂടുന്നു. അപ്പോൾ പനി കുറഞ്ഞു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, ഞാൻ തിരുവല്ലയ്ക്ക് പോവുക, തോമാച്ചൻ്റെ അവിടെ ആണല്ലോ ഞങ്ങളെ, പോവുകയെന്ന് പറഞ്ഞു. അപ്പം ഷാരോനിലായിരുന്നു. ഷാരോനിലായിരുന്നു. അപ്പം ഞാൻ ഈ മുഖം കണ്ടപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ ഇച്ചിരി യൂറിൻ ഞാനൊരു ഇത് കൊടുത്തു, അതിനടുത്ത് വെക്കാൻ ഞാൻ യൂറിൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഗ്ലൂക്കോസ് കൊടുത്തപ്പോൾ കൂടി. അപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ ഞാൻ ഈ യൂറിൻ കൊണ്ട് നോക്കി, ആ കൊച്ചിനെ കൊണ്ട്. അവരുടെ അപ്പന് ഇതുണ്ട്, പറഞ്ഞു നല്ലതായിട്ട് ഷുഗർ ഉണ്ടെന്ന് പറയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്തൊക്കെ ആഹാരം കൊടുക്കാം. അന്നേരം പറഞ്ഞു മുട്ട കൊടുക്കാം, പാല് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, പിന്നെ കാണുന്ന എല്ലാ കോഴി വളർത്തൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ ഉള്ള മുട്ട എല്ലാം മേടിച്ചു, പാല് കിട്ടാവുന്നിടത്തൊന്നും എല്ലാം മേടിച്ചു. ഈ മുട്ടയും കൊടുത്തു, പാലും കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പം പാലും കാച്ചിക്കൊണ്ടൊരു പിന്നെ ഒരു അറേന്നേരമുള്ള ഇവിടെ ഞാനിങ്ങനെ കാച്ചി പാലും കൊണ്ട് ഇങ്ങനെ വന്നപ്പം പുളി വെളിയിലിരുന്ന് ഛർദ്ദിക്കുന്നു. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ വെട്ടം കണ്ണിലടിച്ചപ്പോൾ കണ്ണ് മഞ്ഞിച്ചിരിക്കുന്നു. അപ്പം ഛർദ്ദിക്കുക. അയ്യോ എൻ്റെ ദൈവമേ, മഞ്ഞപ്പിത്തമാണോ, ഞാൻ മുട്ട കൊടുത്തല്ലോ എന്ന് ചിന്തിച്ചു. പിന്നെ അവിടുന്ന് യൂറിനെടുത്തുകൊണ്ട് പോയി വെച്ചപ്പോൾ മഞ്ഞപ്പിത്തം നല്ലതായിട്ടുണ്ട്. അങ്ങനെ പിന്നെ മഞ്ഞപ്പിത്തത്തിനുള്ള പച്ചമരുന്നും അങ്ങനെയൊക്കെ വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങ് ഇരുന്ന് അപ്പം ക്ഷീണമായി. പിന്നെ ആ മഞ്ഞപ്പിത്തം എനിക്കും പിടിച്ചു. കുഞ്ഞിനന്ന് 3 വയസ്സ് പ്രായമുണ്ട്. 3 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. ഓക്കെ. പിന്നെ ഇത് ഈ കാല് മുറിക്കേണ്ടി വന്ന സാഹചര്യം എന്തുവാ? കാല് മുറിക്കേണ്ട സാഹചര്യം. അങ്ങനെ പുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഈ മഞ്ഞപ്പിത്തമൊക്കെ മാറിയിട്ട് പിന്നെയും സുവിശേഷ വേലയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു. മഞ്ഞപ്പിത്തത്തിനൊക്കെ ചെയ്തു. മഞ്ഞപ്പിത്തം മാറി, അതിനൊന്നും ആശുപത്രിയിലൊന്നും പോയില്ല. അങ്ങനെ കുറഞ്ഞ് പിന്നെ ഇങ്ങനെ പോകും. അപ്പോഴും ക്ഷീണം നല്ലതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി വന്നപ്പോഴാണ് പിന്നെ ഇവിടെ രാജസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞു. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് രാജസ്ഥാനിലൊന്ന് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ രാജസ്ഥാനിൽ പോയപ്പം അവിടുത്തെ ആഹാര രീതികൾ, അവിടെ കടുകെണ്ണയൊക്കെയാണ്, വല്ലാത്ത വിഷമമായി. അപ്പോഴത്തേനും ക്ഷീണം കൂടി. ഒരു പ്രാവശ്യം ബസ് കയറി ശരിക്ക് പിടിച്ചില്ല. അതിന് ബസ്സങ്ങ് വിട്ടപ്പോഴത്തേനും ആൾ താഴെ കിടന്നു. അടുത്ത വീല് കയറേണ്ടതായിരുന്നു. അപ്പോഴത്തേനും ആളുകളെല്ലാം കൂടെ ബഹളം വെച്ചു. പിന്നെ ആരും ഇല്ലല്ലോ രാജസ്ഥാനിൽ, അങ്ങനെ വലിയ പരിചയമില്ലല്ലോ. ഏതാണ്ട് ദൈവം സഹായിച്ചു.
അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ കാലിൻ്റെ താഴോട്ട് മരച്ചാ ഇരുന്നത്. അങ്ങനെ ഷുഗർ കൂടി കാലിന് ഇങ്ങനെ നുള്ളറിയത്തില്ല, സ്പർശന ശക്തിയില്ല. അങ്ങനെ വന്നാൽ തെങ്ങേൽ യോഗത്തിന് പോയപ്പോൾ കാല് പിന്നെ സൈലൻസറെ കൊണ്ട് പൊള്ളിയത്. ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ സൈലൻസർ തട്ടി തന്നെ യോഗത്തിന് പോകാൻ വയ്യാതായി. അപ്പോൾ ആരെങ്കിലും ഒരു വാഹനം കൊണ്ടുവരും, നിങ്ങൾ സൈക്കിൾ കൊണ്ടുവന്നാലും മതി, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ ഇരുന്ന സമയം റോഡിലൊക്കെ വീണിട്ടുണ്ട് തന്നെ. അങ്ങനെ ഈ വാഹനത്തെ പോയതാ. ഇതിങ്ങനെ സ്പർശന ശക്തി ഇല്ലാഞ്ഞുകൊണ്ട് പൊള്ളിയതറിഞ്ഞില്ല. അപ്പം ഞാൻ റേഷൻ കടയിൽ പോയിരിക്കുക കാർഡ് മാറാൻ. വന്നപ്പം ഞാൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ കൊണ്ടുവന്ന ആളെ അവിടെ എന്നിട്ട് ഷൂ ഊരിയപ്പോൾ ഇതിങ്ങനെ കണ്ടു. കൊണ്ടുവന്ന ആളെ നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ വെല്ലൂർ അതിന് മുമ്പ് പോയായിരുന്നു. പിന്നെ നമ്മുടെ അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, നമ്മുടെ വിശ്വാസി ഒരു ഡോക്ടർ. പുള്ളിയുടെ വീട്ടിൽ കൺവെൻഷന് പോയപ്പോൾ നടക്കുന്ന കണ്ടുകൊണ്ട് പുള്ളി നെർവിൻ്റെ ആണോ എന്ന് അറിയാനായിട്ട് വെല്ലൂർ കൊണ്ടുപോയി നോക്കി. അതുകൊണ്ടൊന്നും ഒരു ഗുണവും വന്നില്ല. അപ്പോൾ അതിൻ്റെ മരുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാല് പൊള്ളിയപ്പോൾ ഞങ്ങൾ ആ മരുന്നൊക്കെ വെച്ച് ഉള്ളു പഴുത്തുകൊണ്ടിരുന്നു. പുറമേ കരിഞ്ഞ പോലെ ഇരുന്നു, ഉള്ളു പഴുത്തു. അങ്ങനെ കാലങ്ങ് നീര് വെച്ചു. അവസാനം വെല്ലൂർ തന്നെ കൊണ്ടുപോയി. അല്ല, അന്നേരം പുഷ്പഗിരിയിലാണ് കൊണ്ടുപോയത്. എൻ്റെ ഒരു അനിയത്തിയുടെ കല്യാണത്തിന് ഞാൻ പോയി. എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒന്നിച്ച് സ്നേഹിച്ച് ജീവിച്ച ഒരു അമ്മച്ചിയുണ്ട്. എന്നോട് പറഞ്ഞു, തങ്കമ്മ പൊക്കൂ. അപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. വീട് പണി എന്തേലും നമ്മളൊന്നും പോയില്ലല്ലോ, വീട് പണിയും നോക്കാം കല്യാണവും കൂടാമെന്നും പറഞ്ഞു പോയി. അമ്മച്ചി എന്നെ ധൈര്യപ്പെടുത്തി, തങ്കമ്മ പൊക്കൂ, ഒന്നും വരികയില്ല. ഞാനോ കൊണ്ടുപോയി ആശുപത്രിയിലൊന്നും പോകത്തില്ല, അമ്മച്ചി ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞാനത് ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിട്ടു. പിന്നെ അമ്മച്ചി ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ അന്നേരം ഞങ്ങൾ ട്രെയിൻ കയറി. അപ്പോൾ PT തോമസ് ഒക്കെ അവരുടെയൊക്കെ കുടുംബം അതിലുൾപ്പെട്ട. അപ്പം അവിടുത്തെ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു. അപ്പോൾ പുള്ളി, അയ്യോ ഇപ്പം അച്ഛൻ എന്തോ വായിക്കണം. വീട്ടിൽ വന്നപ്പോൾ ലാസർ വീമാത്തി എഴുതിയതാണ്. VA തോമസ്, പാസ്റ്റർ VA തോമസ് സുഖമില്ലാതെ പുഷ്പഗിരി ആശുപത്രി ഉണ്ടല്ലോ. ഞാൻ വേഗം പിന്നെ അമ്മച്ചിയുടെ വീട്ടിൽ പോയി അമ്മച്ചിയും കൂട്ടി പുഷ്പഗിരി ചെന്നു. അപ്പോൾ ഇപ്പോഴത്തേന് കൂടെ പോയ സഹോദരൻ തല ഇറങ്ങി വീണു. ആദ്യം ഇങ്ങനെ കാല് പൊക്കി വെച്ച ഒടുവിൽ സംസാരിച്ചത് പ്രസംഗം, അത് ഒടുവിലത്തെ കൺവെൻഷൻ്റെ പ്രസംഗമായിരുന്നു. പിന്നെ കാലങ്ങ് പഴുത്ത് വെല്ലൂരി എന്ന് കഴിഞ്ഞപ്പം പുഷ്പഗിരിയിൽ നിന്ന് പിന്നെ വെല്ലൂർ കൊണ്ടുപോയി. അപ്പോൾ എല്ലാവരും കൂടെ വെല്ലൂർക്ക് കൊണ്ടുപോയി. എൻ്റെ അനുജൻ ജോണിക്കുട്ടി കൂടെ പോയത്. ഞാനും പോയി. അവർ കൊണ്ട് ട്രെയിൻ കയറി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ, 2 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അങ്ങനെ വെല്ലൂർ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞ് പറഞ്ഞ് ഞാനിവിടെ ചെല്ലണമെന്ന് ഡോക്ടറുടെ അപ്പച്ചനെ വിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു സഹോദരനും കൂട്ടി വെല്ലൂർ എന്നീ കുഞ്ഞുങ്ങളെ മാത്രം ഇവിടെ ആക്കിയിട്ട് ഞങ്ങളുടെ ബന്ധുവീടാണ്, ചേട്ടൻ്റെ വീട്. അന്ന് ഞങ്ങൾ ബന്ധുക്കളായില്ല. അങ്ങനെ അവരെ അവിടെ ആക്കി വെച്ച് ഞാൻ വെല്ലൂർക്ക് പോയി. വെല്ലൂർക്ക് പോയപ്പം ഈ കാലിൻ്റെ ഈ ഞരമ്പ് ഇത് മാത്രം ഇങ്ങനെ കുഴിയായിട്ടിരിപ്പട്ടെ. ഒരെണ്ണം പച്ചയാണ്, ഒരെണ്ണം ചുമലയാണ്, ഒരെണ്ണം മഞ്ഞയാണ്, ഇങ്ങനെ ഇരിക്കുക. ഈ കാലിങ്ങനെ പൊക്കി വെച്ചേക്കുക. എന്നിട്ട് ആ ഡ്രസ്സ് ചെയ്യുമ്പോൾ എല്ലാം ഭയങ്കര ഇതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ പല വാർഡിൽ ഞങ്ങൾ താമസിച്ചു. കാല് മുറിച്ച് മാറ്റാൻ ഡോക്ടർ പറഞ്ഞു, അങ്ങനെ ചെയ്തു. ആ ഒടുവിൽ ഇത് ഡ്രസ്സ് ചെയ്യാതെ ഇവരിട്ടു. എന്നു വെച്ചാൽ 2 വർഷമായി. ഒരു കൂട്ടം ഡോക്ടർമാർ പറയുന്നത് മുറിക്കേണ്ടെന്ന്, ഒരു കൂട്ടർ മുറിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഡ്രസ്സ് ചെയ്തൊക്കെ ഇട്ട് ഒടുവിൽ ബ്ലഡിൽ പഴുപ്പ് കയറി, എല്ലാം പിച്ചും പെയ്യും എല്ലാം പറയാൻ തുടങ്ങി. ഒരു ദിവസം പറഞ്ഞു, പിന്നെ സ്വർഗത്തിൽ ഞാൻ പോവുകയെന്നുള്ള നിലയിലാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാം ആയി. ഒരു ദിവസം എന്നോട് പറഞ്ഞു, പിന്നെ ഇങ്ങനെ ശരീരം മുഴുവൻ കുളിര് പോയി, തലയെല്ലാം ഇങ്ങനെ. ഞാൻ സൗഖ്യമായി. അപ്പോൾ ഇതിങ്ങനെ പൊത്ത് കെട്ടി വെച്ചേക്കുക. പിന്നെ എനിക്ക് സൗഖ്യമായി. പിന്നെ ഞാനിതിപ്പോൾ അഴിച്ച് കാണിച്ചു തരാം നമുക്ക്. ഞാൻ പറയാം, അത് അഴിക്കുകയൊന്നും വേണ്ട, അത് അവർ ഡ്രസ്സ് ചെയ്ത് വെച്ചാൽ അതേ തൊട്ട് പോയേക്കല്ല, അവർ വഴക്ക് പറയുന്നു. അതിപ്പോൾ അഴിക്കണ്ടെന്ന് പറഞ്ഞു. സമ്മതിക്കുകയില്ല. നീ ഒരു ബ്ലേഡിങ് എടുക്കേ. ഞാൻ പറയാ വെച്ചാൽ അത് അവർ കെട്ടിയത്, അവരഴിക്കുക, അവർ വഴക്ക് പറയും. നീ സമ്മതിക്കുകയില്ല. അന്നേരം നീ ഡയറി ഇങ്ങോട്ട് എടുക്കേ. ഡയറി എടുത്തു. അപ്പോൾ ബോധമില്ല, പിച്ചും പെയ്യുക പറയും. അത് കുറിച്ച് വെക്കേ.
സമ്മതിക്കുകയില്ല. പിന്നെ അത് പറഞ്ഞതെല്ലാം കുറിച്ച് വെച്ച് ഇതിങ്ങനെ അഴിക്കാൻ തുടങ്ങി. സമ്മതിക്കുകയില്ല. ബ്ലേഡ് എടുത്താലോ ഓടിന് ഞാൻ ബ്ലേഡ് എടുത്ത് കൊടുത്തു. അതെല്ലാം അറുത്ത് മുറിച്ച് കണ്ടിച്ച് അവിടെ ഇട്ടപ്പോൾ കൊണ്ട് ഒരു അറ്റൻഡർ കയറി വരുന്നു. അപ്പോഴത്തേനും അങ്ങ് തുടങ്ങി ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം കൂടെ. കണ്ടോ എൻ്റെ കാല് കുറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ആദ്യമേ എന്നോട് പറഞ്ഞു കാല് കുറഞ്ഞാൽ നമുക്ക് നമ്മൾ അഴിക്കണ്ട, അഴിക്കുമ്പോൾ കുറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോയല്ലോ. അഴിച്ചിട്ട് അപ്പോഴത്തേനും പേടിയായി. അപ്പോഴത്തേനും പുള്ളിയോടങ്ങ് തുടങ്ങി ഇംഗ്ലീഷും മലയാളവും എല്ലാം കൂടെ. എൻ്റെ കാല് സൗഖ്യമായി. അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അവർ കണ്ടിട്ട് മനസ്സിലായി. ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ബ്ലഡ് പഴുപ്പ് കയറി. അതായി പിച്ചും പേരും പറയുന്നത്. എന്നിട്ട് ഒടുവിൽ കാല് മുറിക്കേണ്ടി വന്നു. കാല് മുറിച്ച് കഴിഞ്ഞപ്പം കുറച്ച് വ്യത്യാസമായി. മുറിച്ച് പിന്നെ അവർ വെപ്പുകാലൊക്കെ വെച്ചാ അങ്ങ് മലബാറിൽ പോകുന്നത്. തിരിച്ചങ്ങ് മലബാറിൽ പോകാൻ തീരുമാനിച്ചു. അവിടെ അപ്പോഴത്തേനും ചെറിയൊരു വീടൊക്കെ ആക്കി. അവിടുന്ന് പിന്നെ മലബാറിലോട്ട് പോയി. മലബാറിൽ പോയി കഴിഞ്ഞ് കാല് മുറിച്ച് കഴിഞ്ഞ് എത്ര കാലം ജീവിച്ചിരുന്നു? 2 വർഷം. വയറ്റ് വെള്ളം കെട്ടാൻ തുടങ്ങി. ലിവർ ബയോപ്സിയൊക്കെ ചെയ്തു. അവർ പിന്നെ ഡോക്ടർമാർ പറഞ്ഞു ഇനിയും ഒരു രക്ഷയില്ല. മംഗലാപുരത്ത് കാസർഗോഡ് കൊണ്ടുപോയി. അപ്പോൾ അവിടെയും ഒരു രക്ഷയില്ല. വയറ്റിലങ്ങ് വെള്ളം കെട്ടി ആരും വെള്ളം എടുക്കത്തില്ല കാസർഗോഡ് കൊണ്ടുപോയിട്ട്. അങ്ങനെ പിന്നെ ഉറങ്ങാതെ ഇങ്ങനെ കിടന്നു വയറ്റിൽ. അന്നേരവും ഈ അവിടെ ആളുകൾ വരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ കാണാനായിട്ടൊക്കെ ആളുകൾ വരുമായിരുന്നു. അന്ന് വരൊന്നും ഇല്ല. ആശുപത്രിയിൽ കാസർഗോഡൊന്നും പോയപ്പോൾ അല്ല, ഈ വീട്ടിൽ ക്ലാസ് വെച്ചു. ബൈബിൾ ക്ലാസ് വെച്ചു. അപ്പോൾ ഉച്ച കഴിഞ്ഞാണ് പിന്നെ ക്ലാസ്. അപ്പോഴത്തേന് കരിങ്കരി അറബി അവിടെ ഉള്ള ഏജിയിലെ ആളുകൾ അവിടെ വരും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഇരിക്കാൻ വയ്യെന്നായി. അങ്ങനെ പിന്നെ അന്നേരം അന്ത്യശുശ്രൂഷയുടെ ഇതെടുത്തത്. അതായത് പിന്നെ അന്നേരം ഒരു പിന്നെ ഈ എൻ്റെ കാലിങ്ങനെ പോയെങ്കിലും അന്നാ പറഞ്ഞത്. ആനപ്പന്തിയിൽ ക്ലാസ് നടത്തി ആ വർഷം തന്നെ കർത്തൃമേശയും വെച്ച് ആ മീറ്റിങ്ങിലാണ് അവിടത്തെയാണ് അവസാനമായിട്ട് പറഞ്ഞ ശുശ്രൂഷയാണ്. കർത്തൃമേശയുടെ ശുശ്രൂഷയിലാണ് പറഞ്ഞത്. പിന്നെ ഇപ്പം എനിക്ക് എൻ്റെ കാല് വെല്ലൂരിൽ നിന്ന് മുറിച്ച കാല് പിന്നെ എൻ്റെ വീണ്ടെടുക്കപ്പെട്ട ശരീരത്തിൽ എൻ്റെ ഈ കാലുള്ളവനായിട്ട് ഞാൻ അവിടെ കാണും. വലിയ പ്രത്യാശയോടുകൂടി ഇവിടെ നഷ്ടപ്പെട്ടെങ്കിലും ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ പോയ കാല് പിന്നെ എനിക്ക് ലഭിച്ച 2 കാലും ഉള്ളവനായിട്ടാണ് ഞാനവിടെ. അന്നേരം ഒരു പാട്ട് പാടിയില്ലേ? 26 ശുശ്രൂഷ അതായിരുന്നു അന്ത്യശുശ്രൂഷ. ആ ശുശ്രൂഷയെ പാടിയ പാട്ടാണ് എൻ പ്രിയൻ ഓ നല്ലവൻ ഈ വിധാ സ്നേഹിതൻ പാരിലാർ വീണ്ടെടുത്തു എന്നെ തൻ ചോരയാൽ അത് തീരെ വയ്യാതെ കിടന്ന ആ സമയങ്ങളിൽ ഒരു ദിവസം മുഴുവൻ മേഴ്സിയെ വിളിച്ചു. മോളെ മൂത്തവളെ വിളിച്ചു. ആ ഒരു ദിവസം മുഴുവൻ ഇവളെ വിളിച്ചു. വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. എന്തിനാണ്? ഒരു ദിവസം മുഴുവൻ ചെറുതിനെ വിളിച്ചു. ഒരു ദിവസം മുഴുവൻ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് എന്തോ പറഞ്ഞു? വിളിച്ചിട്ട് എന്തെങ്കിലും വെള്ളം കൊടുക്കാനോ വിളിച്ചോണ്ടങ്ങ് ഇരിക്കുക. അത്രേ ഉള്ളൂ ആ ആഗ്രഹം. അവസാനമായിട്ട് അമ്മച്ചിയോട് എന്തോ പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നെ ഇച്ചിരി കഞ്ഞി വല്ലോ പാലം കാണുമേ കുടിക്കുകയുള്ളൂ. അത് ഇച്ചിരി കോരി കൊടുക്കുമായിരുന്നു 1-2 ദിവസം. അത് കഴിഞ്ഞ് പിന്നെ അവസാനമായിട്ട് പറഞ്ഞത് ഇങ്ങനെ, ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ചിലപ്പോൾ ഇങ്ങനെ ഞാൻ വേഗം വരാനായിട്ട് അയ്യോ എന്ന് വെക്കും. അപ്പോൾ ഇങ്ങനെ വെച്ചു. അപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് ഓടി വരുക. അച്ഛൻ എന്നെ അയ്യോ എന്ന് വിളിക്കുന്നത് എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഓടി വരുന്നത്. അപ്പം പറഞ്ഞു എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞു. സ്വർഗത്തിൽ പോകണം. സമയമായി അത് പറഞ്ഞുകൊണ്ട് ഞാൻ വരുന്നത്. അച്ഛന് നല്ല ഉറപ്പുണ്ടോ പോകുമെന്ന്? നല്ല ഉറപ്പുണ്ട്. എപ്പോഴാണ് പോകുന്നത്? പോവുക ഇപ്പം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ അടുത്ത് ചെന്നപ്പം പിന്നെ പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഉണ്ട്. എന്തൊരു സന്തോഷം, എന്തൊരു സമാധാനം.
അത് ഒടുവിലാന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഉണ്ട്, എന്നെ പ്രാർത്ഥിച്ചയക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, വീട്ടുകാരടുത്തുണ്ടല്ലോ അവരോടൊന്നും പറഞ്ഞില്ല, അവർക്കൊരു വിഷമം വരും. ഞാൻ ഓടിച്ചെന്ന് അവരെ കൂടെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം മേഴ്സിയോട് പറഞ്ഞു മോനെ അച്ചാച്ചൻ്റെ അടുത്ത് ഇരുന്ന് പറയുന്ന കേൾക്കാൻ പറഞ്ഞു. അവൾ അന്നേരം കട്ടിലോട്ട് വീണു. ഞാൻ ഓടിച്ചെന്നപ്പോൾ ഇവർ സന്ധ്യപ്രാർത്ഥന തീരാറായി. അവിടെ ഒന്നിച്ച് ഞാൻ പിന്നെ ആശീർവാദം പറയും. ഞാൻ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളങ്ങോട്ട് വന്നേരെ പ്രാർത്ഥിച്ചയക്കാൻ. ഞാൻ പോവാന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് തീർകയും ഓടി വന്നപ്പം ഇവിടുത്തേന് സൗണ്ട് താണു. അത്ര ആ ഒച്ച കിട്ടുന്നില്ല. അന്നേരം പിന്നെ സൗണ്ട് താണിട്ട് ഞാനൊരു സ്വപ്നലോകത്തിലാണ്. എന്തൊരു സന്തോഷം, എന്തൊരു സമാധാനം, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വീടിൻ്റെ ഒരു കോർണറിലോട്ട് നോക്കി വെച്ചാൽ ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ എന്നിട്ട് പറഞ്ഞു യേശുവിനെ എനിക്ക് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ബാക്കി മനസ്സിലായി. ദൂതന്മാരവിടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ട് പോകാൻ ദൂതന്മാരാണ് വരുന്നത്. അതിൻ്റെ നടുക്കിങ്ങനെ യേശുവിനെ തപ്പുന്നത്. അത് യേശുവിനെ എനിക്ക് എന്ന് പറഞ്ഞ് യേശുവിനെ എനിക്ക് മനസ്സിലായില്ല. യേശുവിനെ എനിക്കെന്ന് പറഞ്ഞു. എന്നിട്ട് യേശുവേ 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 എന്ന് വിളിച്ച് അതിന് മുമ്പ് അമ്മ പിന്നെ വെള്ളം കൊണ്ടു തന്നു. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കുമ്പോൾ ഈ പാട്ട് പാടണം, പിന്നെ എന്തോ നിന്മഹാസ്നേഹ ആ പാട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് ഓർമ്മ വന്നു. അപ്പോൾ അമ്മ വെള്ളം കൊണ്ട് തന്ന് ഞങ്ങളെല്ലാവരും വെള്ളം ഓരോ സ്പൂണ് കൊടുത്തു. പിന്നെ അത് ഇറങ്ങാതെ വന്നപ്പോൾ അച്ചാച്ചനാന്ന് തോന്നുന്നു ആദ്യം ഒരു പാട്ട് പാടി. അത് കഴിഞ്ഞ് അപ്പച്ചനും അച്ചാച്ചനും എല്ലാം പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഓർത്തിനി ഞങ്ങളുടെ അവസാന കൂട്ടായ്മയാണ്, അപ്പോൾ ഞാനും പ്രാർത്ഥിക്കാമെന്നോർത്ത് എന്നപ്പോൾ ഈ പാട്ട് ഞാനങ്ങ് പാടി, നിന്മഹാസ്നേഹമേ എന്നുള്ളത് പാടിയപ്പോൾ ഞാൻ കണ്ണടച്ച് നിന്നുകൊണ്ടാണ് പാടിയപ്പോൾ അമ്മ പറഞ്ഞു അതെല്ലാം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് യേശുവേ 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 എന്ന് വിളിച്ചാൽ സൗണ്ട് അങ്ങ് താണു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നത്. 45-ാമത്തെ വയസ്സിൽ പാസ്റ്റർ വി.എ. തോമസ് കേരളത്തിലെ കൺവെൻഷൻ വേദികളിൽ സിംഹഗർജനമായി തൻ്റെ കൃശഗാത്രത്തിൽ നിന്ന് ഇത്ര മനോഹരമായ ശബ്ദത്തിൽ അദ്ദേഹം ദൈവത്തെ ഉയർത്തി, ക്രിസ്തുവിനെ ഉയർത്തി, അതിശക്തമായി ഉപദേശത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തുന്ന സന്ദേശങ്ങൾ അദ്ദേഹം നൽകി. അദ്ദേഹത്തിൻ്റെ കുറിക്കുകൊള്ളുന്ന ആക്ഷേപഹാസ്യം കൂടെ വചനത്തിൻ്റെ ശക്തി ഒട്ടും കളയാതെ വെറും ഒരു തമാശയായിട്ടല്ല അദ്ദേഹം ആക്ഷേപഹാസ്യത്തെ ഉപയോഗപ്പെടുത്തിയത്. അതിശക്തമായി കുറിക്കുകൊള്ളുന്ന ഉദാഹരണങ്ങളിലൂടെ ദൈവവചനം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുത്ത അനുഗ്രഹീതനായ ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം. വളരെ ചുരുങ്ങിയ കാലം മാത്രമേ അദ്ദേഹം കേരളത്തിലെ വേദികളിൽ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് ഇന്നും സജീവമാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രസംഗകരിൽ ഒരാളായിരുന്ന കാനമച്ചൻ, അതുപോലെ ഇന്നും സജീവമായി ശുശ്രൂഷ രംഗത്തുള്ള പാസ്റ്റർ ബി മോനച്ചൻ തുടങ്ങിയവരൊക്കെ അദ്ദേഹത്തിൻ്റെ ശൈലികൾ ഉപയോഗിക്കുകയും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ എടുത്തു പറയുകയും ചെയ്യുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാരാണ്. അതുപോലെ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ മുഴുവനുള്ള ദൈവദാസന്മാരെ സ്വാധീനിച്ച, ദൈവജനത്തെ സ്വാധീനിച്ച അനുഗ്രഹീതനായ ആ ദൈവദാസൻ്റെ പ്രിയ പത്നിയാണ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. പ്രിയ ദൈവദാസിക്ക് പൂർണ്ണമായിട്ടും ആ കാലഘട്ടം ഓർത്തെടുത്ത് പറയുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും തൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ തന്നോടൊപ്പം താൻ ഒന്നിച്ച് ജീവിച്ച തൻ്റെ പ്രിയതമൻ്റെ ജീവിതാനുഭവങ്ങൾ, തങ്ങൾ ഒന്നിച്ചുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ കേട്ടത്. അവസാനം മനോഹരമായ പാട്ടുപാടി തൻ്റെ പ്രിയപ്പെട്ടവനെ യാത്രയാക്കിയ ആ പ്രിയ ദൈവദാസിയോടൊപ്പമാണ് നമ്മൾ ഇത്രയും സമയം ചിലവഴിച്ചത്. അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളെയാണ് ഈ ദമ്പതികൾക്ക് ദൈവം ദാനമായി കൊടുത്തത്. 2 പെൺമക്കളെയാണ്. മൂത്ത മകൾ മേഴ്സി വിവാഹം കഴിച്ചിരിക്കുന്നത് പാസ്റ്റർ ജെയിംസ് ജോൺ എന്ന അനുഗ്രഹീതനായ ഗായകനെയാണ്. അദ്ദേഹം കുടുംബമായി അവർ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു ദീർഘവർഷങ്ങളായി. അവരോടൊപ്പമാണ് പ്രിയ മാതാവ് ഇപ്പോൾ താമസിക്കുന്നത്. ഇളയ മകളുടെ പേരെന്തോ? ബ്ലസി. ഇളയ മകൾ ബ്ലസി ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ അനുഗ്രഹീതമായ ഈ കുടുംബത്തിൻ്റെ 2 തലമുറകളും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ ജെയിംസ് ജോണും അദ്ദേഹത്തിൻ്റെ പത്നി പ്രിയ മേഴ്സിയും പ്രിയ മാതാവിനോട് ഒന്നിച്ച് മേഴ്സിയുടെ പിതാവ് അല്ലെങ്കിൽ പാസ്റ്റർ വി.എ. തോമസ് അവസാനമായി
പാടിയ ആ ആരാധനയിൽ പാടിയ ആ ഗാനം അവരൊന്നിച്ച് ഇവിടെ ആലപിക്കുന്നതായിരിക്കും. നമുക്കതിലേക്ക് ശ്രദ്ധിക്കാം. കർത്താവിന് മഹത്വം. എൻ്റെ വൈഫിൻ്റെ പിതാവ് ക്രിസ്തുവിൽ പ്രസിദ്ധനായിരുന്ന പാസ്റ്റർ വി എ തോമസിനെ പറ്റിയുള്ള ചില ചിന്തകൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിലൂടെ ലോകത്തെ അറിയിപ്പാൻ മനസ്സ് കാണിച്ച ഹല്ലേലൂയ ന്യൂസിനോടുള്ള നന്ദി ഞാൻ ആരംഭത്തിൽ അറിയിക്കുന്നു. ഞങ്ങളുടെ പിതാവിനെ പറ്റി ഓർക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിച്ച പല വേദികളിലും കൺവെൻഷനെ പാടുവാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അവസാനമായി ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നൊരു മീറ്റിംഗ് തുരുത്തിക്കാട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ മുറ്റത്ത് നടന്ന ഒരു കൺവെൻഷൻ. ആ മുറ്റത്ത് കൺവെൻഷനിൽ താൻ ശുശ്രൂഷിച്ച വചനം സമുദായക്കാരായ പലരെയും വളരെ മുറിവേൽപ്പിച്ചു. ആ നിലകളിൽ കർക്കശമായി വചനം പറഞ്ഞു. അങ്ങനെ ഒരാൾ മദ്യപിച്ചിട്ട് ആ യോഗാനന്തരം ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാക്കി. അദ്ദേഹം തന്നെ, ആരും അങ്ങോട്ട് സംസാരിക്കാൻ പോയില്ല. കൺവെൻഷൻ ഗ്രൗണ്ടിന് പുറത്ത് ഒത്തിരി അസഭ്യം പറയുകയും പാസ്റ്റർ വി എ തോമസിനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും ഉണ്ട്, ഇന്ന് ഓറിസയിലായിരിക്കുന്ന പാസ്റ്റർ ബാബു പി ജോൺ. ഞങ്ങൾ ചോദിച്ചു, പാസ്റ്ററെ എങ്ങനെയാണ് കാര്യങ്ങൾ, അദ്ദേഹം ഭയങ്കരമായിട്ട് ചൂടാകുന്നല്ലോ, ഉപദ്രവിക്കുമോ വല്ലതും ചെയ്യുമോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഫലിത രൂപത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് സാരമില്ല, അവൻ രാവിലെ 1-2 വട്ടം ബാത്റൂമിൽ പോകുമ്പം ആ ചൂടങ്ങ് മാറിക്കോളും എന്ന് പറയാൻ വേണ്ടിയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മധൈര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയായി. അദ്ദേഹത്തിൻ്റെ തലമുറയിൽ നിന്നും മേഴ്സിയെ എനിക്ക് ജീവിത പങ്കാളിയായി ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റൊരു സംഭവം ഓർക്കുമ്പോൾ, അദ്ദേഹം വെല്ലൂർ പോയി അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ച് ഭവനത്തിൽ വന്നു. അന്ന് മലബാറിൽ ഒരു ഭവനം പണിത് സ്വന്തപ്പെട്ടവരുടെ അടുത്ത് പാർക്കുമ്പോഴാണ് ആ ഭവനത്തിൽ ആരാധന മീറ്റിങ്ങുകൾ തുടർന്ന് നിരന്തരമായ ബൈബിൾ ക്ലാസ്സുകളും മീറ്റിങ്ങുകളും ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ താൻ ഒരു കാല് മുറിച്ചവനായി തന്നെ ശുശ്രൂഷിക്കുന്ന അവസരങ്ങൾ ദൈവം ഒരുക്കി. അങ്ങനെ തൻ്റെ അന്ത്യസമയങ്ങളിൽ അവസാനമായി നടന്ന ഒരു വാച്ച് നൈറ്റ് സർവീസിൽ ഒരു തിരുവത്താഴ ശുശ്രൂഷയുണ്ടായിരുന്നു. ആ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് മുൻപ് അദ്ദേഹം പാടിയ പാട്ടിൻ്റെ കാര്യമാണ് അമ്മാമ്മ ഇവിടെ ഓർപ്പിച്ചത്. അത് ഞങ്ങളൊന്ന് പാടട്ടെ. എന്നെ പലപ്പോഴും എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് ധൈര്യവും പ്രത്യാശയും നൽകിത്തരുന്നതും ഞാൻ ഈ പാട്ട് എൻ്റെ CD യിലൂടെ റിലീസ് ചെയ്യുവാനും ഇടയായി തീർന്നിട്ടുള്ളൊരു മനോഹരമായ ഗാനത്തിൻ്റെ ഒരു ലൈൻ പാടട്ടെ. ചൂടെഴുന്ന ശോധന വേളയിൽ കൂടെ വന്നു ചേരുമാ ചൂളയിൽ, ചൂടെഴുന്ന ശോധന വേളയിൽ കൂടെ വന്നു ചേരുമാ ചൂളയിൽ, നശ്വരമല്ലാത്ത ദേഹവും ഈ ശരീരം മാറ്റി താൻ തന്നിടും. നശ്വരമല്ലാത്തൊരു ദേഹവും ഈ ശരീരം മാറ്റി താൻ തന്നിടും. പ്രിയൻ നല്ലവൻ. ഈ ഗാനം പാടിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്. ഇന്ന് ഞാൻ ഒരു കാല് മുറിച്ചവനായി 1.5 കാലുള്ളവനായി ആയിട്ടിരിക്കുന്നെങ്കിലും അത് എൻ്റെ കർത്താവ് കാഹളം ധ്വനിക്കുമ്പോൾ 2 കാലുമുള്ളവനായി, എവിടെ എൻ്റെ കാല് മുറിച്ചുപേക്ഷിച്ചോ അവിടെ നിന്നും ആ കാൽ എൻ്റെ ശരീരത്തിൽ വന്ന് ചേർന്ന് 2 കാലുമുള്ളവനായി നിത്യതയിൽ എൻ്റെ കർത്താവിനെ മുഖാമുഖമായി കണ്ട് സന്തോഷിക്കുന്ന ഒരു ദിവസം ഉണ്ട് എന്ന് ഞാൻ ആശിക്കുന്നു, ഞാൻ പ്രത്യാശിക്കുന്നു എന്നുള്ള ആഴമായ ഒരു പ്രത്യാശയുടെ വാക്കും അന്ന് രാത്രി താൻ ഓർപ്പിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം മരണസമയത്ത് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു നിൻമഹാസ്നേഹം യേശുവേ ആമേൻ എന്നുള്ള ആ മനോഹരമായ ഗാനം. അതിൻ്റെ 2 ലൈൻ കൂടി ഞങ്ങൾ പാടട്ടെ. നിൻമഹാസ്നേഹം യേശുവേ എൻ മനസ്സിൻ ആഗാധമേ, എന്നിൽ നിൻ സ്നേഹ കാരണം എന്നറിവിൽ അതീതമേ, നിൻമഹാസ്നേഹം യേശുവേ എൻ മനസ്സിൻ ആഗാധമേ, എന്നിൽ നിൻ സ്നേഹ കാരണം
എന്നറിവിൻ അതീതമേ. മരണമോ ജീവനോ പിന്നെ ഉയരമോ ആഴമോ എന്നെ. മരണമോ ജീവനോ പിന്നെ ഉയരമോ ആഴമോ എന്നെ. നിന്തിരു സ്നേഹത്തിൽ നിന്നും പിന്തിരിക്കില്ല യാതൊന്നും. നിന്തിരു സ്നേഹത്തിൽ നിന്നും പിന്തിരിക്കില്ല യാതൊന്നും. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100-കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.